മാധ്യമ സുഹൃത്തുക്കൾ, പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായുള്ള സമ്മേളനങ്ങൾ രാജ്യത്തിന്റെ എല്ലാ ഭാഗത്തും കഴിഞ്ഞ ഏതാനും മാസങ്ങളായി നടന്നു വരികയാണ്. കണ്ണൂർ ജില്ലയിലെ ഏറ്റവും അവസാനത്തെ മണ്ഡലം സമ്മേളനത്തിനു വേണ്ടിയാണ് നമ്മൾ ഇന്നലെയും ഇന്നുമായി ഇവിടെ എത്തിയിരിക്കുന്നത്. വളരെയധികം മെച്ചപ്പെട്ട വനിതാ പ്രാതിനിധ്യം ഉണ്ട് എന്നത് ഈ സമ്മേളനത്തിന്റെ പ്രത്യേകതകളിൽ ഒന്നാണ്. അതുപോലെ തന്നെ മയ്യിൽ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം സാധാരണഗതിയിൽ കുറ്റ്യാട്ടൂർ പഞ്ചായത്തിന്റെ ഈ മേഖലയിൽ നമ്മൾ പ്രധാനപ്പെട്ട പാർട്ടി പരിപാടികൾ സമീപകാലത്തെങ്ങും നടത്തിയതായി എന്റെ ഓർമ്മയിലില്ല. ആ നിലയിലും ഒരു പുതിയ പ്രദേശത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളരെ മെച്ചപ്പെട്ട രീതിയിൽ പ്രവർത്തിക്കുന്നു എന്നതിന്റെ തെളിവ് കൂടിയാണ് വളരെ നന്നായി സംഘടിപ്പിച്ചിട്ടുള്ള ഈ സമ്മേളനം. ആ കാര്യങ്ങൾക്കെല്ലാം ഈ പാർട്ടിയുടെ നേതാക്കന്മാരെ പ്രത്യേകമായി അഭിനന്ദിക്കുന്നതിന് ഞാൻ ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തും. പാർട്ടിയുടെ ബ്രാഞ്ച് ലോക്കൽ സമ്മേളനങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ട് കേരളത്തിലാകെ മണ്ഡലം സമ്മേളനങ്ങൾ നടന്നു വരുന്ന കാലയളവ്. 90% മണ്ഡല സമ്മേളനങ്ങൾ സംസ്ഥാനത്ത് പൂർത്തിയായി കഴിഞ്ഞു എന്ന് പറയാൻ സാധിക്കും. ഈ മാസം 28-ാം തീയതിയോടുകൂടി കേരളത്തിലെ ആദ്യ ജില്ലാ സമ്മേളനം ആലപ്പുഴയിൽ ആരംഭിക്കുകയാണ്. ആലപ്പുഴയെ സംബന്ധിച്ച് 43 വർഷങ്ങൾക്ക് ശേഷം നടക്കുന്ന പാർട്ടി സംസ്ഥാന സമ്മേളനത്തിന്റെ വളരെ വിപുലമായ തയ്യാറെടുപ്പുകളാണ്. സംസ്ഥാന സമ്മേളനം നടക്കുന്ന ജില്ല എന്നതുകൊണ്ടാണ് ആലപ്പുഴയിൽ ആദ്യത്തെ ജില്ലാ സമ്മേളനം നിശ്ചയിച്ചിരിക്കുന്നത്. ഏറ്റവും അവസാനം പത്തനംതിട്ട ജില്ലാ സമ്മേളനം ഓഗസ്റ്റ് 13, 14, 15 തീയതികളിലായിട്ട് ചെയ്തു. തുടർന്ന് സെപ്റ്റംബർ 8 മുതൽ 12 വരെയാണ് ആലപ്പുഴയിൽ വെച്ച് പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനം. 25-ാം പാർട്ടി കോൺഗ്രസ് സെപ്റ്റംബർ 21 മുതൽ 25 വരെ ചണ്ഡീഗഡിൽ ചേരുന്നതിനുമാണ് തീരുമാനിച്ചത്. ചണ്ഡീഗഡിലെ പാർട്ടി കോൺഗ്രസ് നടക്കുമ്പോഴേക്കും എല്ലാ ഘടക സമ്മേളനങ്ങളും നമ്മൾ പൂർത്തിയാക്കിയിരുന്നു. നമ്മുടെ രാജ്യത്തുള്ള നിരവധിയായ പാർട്ടി സഖാക്കൾ പ്രതിനിധികളായി പല ഘടകങ്ങളുടെയും സമ്മേളനങ്ങളിൽ പങ്കെടുത്തുകൊണ്ട് ധാരാളം കാര്യങ്ങൾ ഇതിനോടകം തന്നെ ഉന്നയിക്കുകയും കാശ്മീരിലും അതിങ്ങേയറ്റത്ത് തമിഴ്നാട്ടിലും പഞ്ചാബിലും കർണാടകയിലും തെലങ്കാനയിലും ബീഹാറിലും മഹാരാഷ്ട്രയിലും യുപിയിലുമെല്ലാം മണിപ്പൂരിലുമെല്ലാം ഒട്ടേറെ വ്യത്യസ്തങ്ങളായ ഭാഷകളിൽ വ്യത്യസ്തങ്ങളായ പ്രദേശങ്ങളിൽ നിങ്ങളെപ്പോലുള്ള നിരവധിയായ സഖാക്കളാണ് ഈ സമ്മേളനങ്ങളിലൊക്കെ പങ്കെടുക്കുകയും അവരുടേതായ രാഷ്ട്രീയ അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുകയും ചെയ്തു. അവര് പറയുന്ന ഭാഷ വ്യത്യസ്തമാണ് എന്ന് നമുക്കറിയാം. അവർ അവതരിപ്പിക്കുന്ന രീതിയിൽ വ്യത്യാസം ഉണ്ടാവാം. പക്ഷേ അവരുടെ എല്ലാ പ്രശ്നങ്ങളുടെ രത്നച്ചുരുക്കം എന്ന് പറയുന്നത് നമ്മുടെ പാർട്ടി ഇനിയുമാറെ മുന്നോട്ട് പോകണം എന്നുള്ള സന്ദേശം. കാശ്മീരിലെ ഒരു സഖാവ് സംസാരിക്കുമ്പോൾ, ഇങ്ങേയറ്റം കന്യാകുമാരിയിലെ ഒരു സഖാവ് സംസാരിക്കുമ്പോൾ പല ഭാഷകളിൽ പല രൂപത്തിൽ പല രീതിയിൽ ഈ മനുഷ്യരെല്ലാം പ്രകടിപ്പിക്കുന്ന, ഈ കമ്മ്യൂണിസ്റ്റുകാരെല്ലാം പ്രകടിപ്പിക്കുന്ന വികാരം എന്ന് പറയുന്നത് ഒരു പാർട്ടി എന്നുള്ള നിലയിൽ CPI ഇനിയുമാറെ മുന്നോട്ട് പോകണം എന്ന മഹത്തായ സന്ദേശം. അങ്ങനെ ആ സന്ദേശം മുന്നോട്ട് വെക്കുമ്പോൾ
ധാരാളമായ വിമർശനങ്ങൾ അവർ ഉന്നയിക്കുന്നു. പാർട്ടിയുടെ നടപടിക്രമങ്ങളിലുള്ള ശരികേടുകൾ, അല്ലെങ്കിൽ അവരുടെ തന്നെ നിരാശകൾ, സംഗതികൾ ഇങ്ങനെ പോരാ എന്നുള്ള അഭിപ്രായ പ്രകടനങ്ങളെല്ലാം ഒരു ഭാഗത്ത് നടക്കുന്നു. ദേശീയവും സാർവദേശീയവുമായ രാഷ്ട്രീയ സാഹചര്യങ്ങളെ കുറിച്ച് ഘടകങ്ങളുടെയും വ്യക്തികളുടെയും അഭിപ്രായങ്ങൾ ഈ സമ്മേളനങ്ങളിൽ പല ഭാഷകളായി പ്രകടിപ്പിക്കുന്നു. പാർട്ടിയുടെ ഭാവി സംബന്ധിച്ച കാഴ്ചപ്പാടുകൾ പല ഭാഷ സംസാരിക്കുന്നവരാണെങ്കിലും അവര് അവിടെ പ്രകടിപ്പിക്കുന്നു. കേരളം നമ്മൾ ഭരണത്തിലുള്ള ഒരു സംസ്ഥാനമാണ്. ഇവിടെ നടക്കുന്ന സമ്മേളനങ്ങളിൽ ഭരണവുമായി ബന്ധപ്പെട്ട ധാരാളം കാര്യങ്ങൾ വിമർശനപരമായി വല്ലാതെയും സഖാക്കൾ ഉന്നയിക്കുന്നു. നിങ്ങളെപ്പോലുള്ള നൂറുകണക്കായ മനുഷ്യർ വ്യത്യസ്തങ്ങളായ ഭാഷകളിൽ രാജ്യത്തിന്റെ എല്ലാ ഭാഗത്തും ഈ ദിവസങ്ങളിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഈ ചർച്ചകളെല്ലാം നമ്മൾ സംഗ്രഹിക്കുമ്പോൾ, സമാഹരിക്കുമ്പോൾ അതിന്റെ ആകത്തുക എന്ന് പറയുന്നത് ഒരു പാർട്ടി എന്നുള്ള നിലയിൽ നമ്മൾ ഇനിയുമേറെ മുന്നോട്ട് പോകാനുള്ള എല്ലാ സഖാക്കളുടെയും ഒടുങ്ങാത്ത, അവസാനിക്കാത്ത ഒരാഗ്രഹമാണ്. അതാണ് CPIയുടെ ഏറ്റവും വലിയ പ്രത്യേകതകളിലും. ഇന്ത്യയിലെ അത്യപൂർവം രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് മാത്രമാണ് ഏതാണ്ട് എല്ലാ സംസ്ഥാനങ്ങളിലും ഘടകങ്ങളുണ്ട്. ആ ഘടകങ്ങളെല്ലാം ഒരുപോലെ ശക്തമാവണം എന്നില്ല. പക്ഷേ പ്രവർത്തന നിരതരായ സഖാക്കളുള്ള, സംഘടനാ സംവിധാനങ്ങളുള്ള, പാർട്ടിയുടെ ഭാവിയിൽ താല്പര്യമുള്ള മനുഷ്യർ നമ്മുടെ പാർട്ടിയുടെ ഭാഗമായി രാജ്യത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും, ഇന്ത്യയിലെ ഏതാണ്ട് എല്ലാ സംസ്ഥാനങ്ങളിലും നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിൽ നമ്മളെക്കാൾ കൂടുതൽ സീറ്റുകളും വോട്ടുകളുമുള്ള ധാരാളം പാർട്ടികളുണ്ട് എന്ന് നമുക്കറിയാം. പത്രമാധ്യമങ്ങൾ നല്ലതുപോലെ ശ്രദ്ധിക്കുന്ന, രാഷ്ട്രീയ കാര്യങ്ങൾ നല്ലതുപോലെ പഠിക്കുന്ന ധാരാളം സഖാക്കൾ ഈ സമ്മേളനത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ ഏത് പാർട്ടിക്ക് എത്രയാണ് സീറ്റ്, എന്താണ് അതിന്റെ അംഗസംഖ്യ, അത് പാർലമെന്റിന്റെ ഇരുസഭകളാവട്ടെ, രാജ്യത്തിന്റെ അസംബ്ലി സംവിധാനങ്ങളാവട്ടെ എന്നതിനെ കുറിച്ചെല്ലാമുള്ള കണക്കുകൾ നിങ്ങളുടെ കയ്യിലുണ്ടാവും. അല്ലെങ്കിൽ പുതിയ കാലത്ത് ഒരു മൊബൈൽ ഫോണിൽ ഒരു 2 മിനിറ്റ് പരിശോധന കൊണ്ട് നമുക്ക് സംഘടിപ്പിക്കാൻ കഴിയുന്നതാണ് ഈ കണക്കുകളെല്ലാം. പക്ഷേ ജനാധിപത്യ സംവിധാനത്തിൽ നമ്മളെക്കാൾ സാങ്കേതികമായി നിറഞ്ഞു നിൽക്കുന്ന, എണ്ണം കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന പല പാർട്ടികൾക്കും സ്വപ്നം കാണാൻ കഴിയാത്തത്ര സംഘടനാ സംവിധാനങ്ങൾ രാജ്യത്തിന്റെ പല ഭാഗത്തുള്ള ഒരു പാർട്ടിയാണ് CPI. ഇന്ത്യയിലെ 10 25 സംസ്ഥാനങ്ങളിൽ ഒരു 10 മിനിറ്റ് കൊണ്ട് ഒരു അന്വേഷണ സംഘത്തെ, ഒരു വസ്തുതാന്വേഷണ സംഘത്തെ നിശ്ചയിക്കണം എന്ന് തീരുമാനിച്ചാൽ, അല്ലെങ്കിൽ ഒരു ഡെലിഗേഷൻ അയക്കണം എന്ന് തീരുമാനിച്ചാൽ എല്ലാ പാർട്ടികൾക്കും അത് സാധിക്കണം എന്നില്ല. അവർ തൃണമൂൽ കോൺഗ്രസിന് സാധിക്കില്ല, DMKക്ക് തീർച്ചയായും സാധിക്കില്ല, BRSന് സാധിക്കില്ല, RJDക്കോ അല്ലെങ്കിൽ JDUവിനോ ഒന്നും സാധിക്കുന്ന കാര്യങ്ങൾ ആം ആദ്മി പാർട്ടിക്ക് ഒട്ടും സാധിക്കില്ല. പക്ഷെ ഈ പാർട്ടികൾ നമ്മളെക്കാൾ രാജ്യത്തിന്റെ വിവിധ അസംബ്ലി, ലോക്സഭ അല്ലെങ്കിൽ രാജ്യസഭാ മണ്ഡലങ്ങളിൽ കൂടുതലായ പ്രാതിനിധ്യമുള്ളവരാണ്. ഒരുപക്ഷെ മാധ്യമങ്ങൾ അവർ നമ്മളെക്കാൾ നിറഞ്ഞു നിൽക്കുകയും ചെയ്യും. പക്ഷെ CPI ഈ പാർട്ടികൾക്കൊന്നും കയ്യെത്തി പിടിക്കാൻ കഴിയുന്നതിനേക്കാൾ എത്രയോ ശക്തമായ സംവിധാനങ്ങളുള്ള, കേഡർമാരുള്ള, കരുത്തുറ്റ ഒരു പാർട്ടിയാണ്. പക്ഷെ അതിനെ ഈ ജനാധിപത്യ സംവിധാനത്തിനകത്ത് എണ്ണം വളരെ പ്രധാനമായിരിക്കുന്ന ഒരു രാഷ്ട്രീയ ജീവിതക്രമത്തിൽ, സംവിധാനത്തിൽ ഇനിയുമേറെ മെച്ചപ്പെടുത്തുക എന്ന് പറയുന്ന വളരെ വലിയ ദൗത്യമാണ് ഓരോരുത്തർക്കും നിർവഹിക്കാനുള്ളത്. ആ ദൗത്യം നമുക്ക് നിറവേറ്റാൻ സാധിച്ചാൽ നമ്മളൊരു മഹാശക്തിയായി മാറുമെന്ന കാര്യത്തിൽ സംശയവും. അതിനുവേണ്ടിയുള്ള ചെറുതല്ലാത്ത അന്വേഷണങ്ങളാണ് ഓരോ സമ്മേളനങ്ങളിലും നടക്കുന്നത്. ഇവിടെ നിങ്ങൾ നടത്താൻ പോകുന്ന ധാരാളമായ ചർച്ചകൾ എന്താണ് എന്ന് എനിക്ക് കുറെ ഊഹിക്കാൻ സാധിക്കും. ഞാൻ ഒട്ടേറെ സമ്മേളനങ്ങളിൽ പങ്കെടുക്കാൻ അവസരം കിട്ടിയ ആളാണ്, കേരളത്തിനകത്തും പുറത്തും. ഇവിടെ മയിൽ മണ്ഡലത്തിലെ സഖാക്കൾ ഒത്തുകൂടുമ്പോൾ
മുൻകാലങ്ങളെക്കാളൊക്കെ ഒരുപാട് മയിൽ മേഖലയിലെ പാർട്ടി മെച്ചപ്പെട്ടു എന്നൊരു യാഥാർത്ഥ്യം. ഇവിടെ കൂടിയിരിക്കുമ്പോൾ നിങ്ങൾ ഓരോരുത്തരുടെയും മുഖം കാണുമ്പോൾ, നിങ്ങളുടെ ഇതുവരെയുള്ള പ്രവർത്തന രീതികൾ പരിശോധിക്കുമ്പോൾ പഴയ കാലങ്ങളെക്കാൾ ധാരാളമായ പല മേഖലകളിലും നമ്മൾ മെച്ചപ്പെടുന്നതിന്, ധാരാളം കേഡർമാരൊക്കെ കടന്നു വരുന്നതിന്, അവരെ സ്വീകരിക്കുന്നതിന്, അവരെ പ്രവർത്തിപ്പിക്കുന്നതിന് ഒക്കെ നമുക്ക് സാധിച്ചു. അനുഭവ സമ്പത്തുള്ളവരെന്നുള്ളതായി ഒട്ടേറെ കാര്യങ്ങൾ നിങ്ങൾ ചർച്ച ചെയ്യാനും പോകും. സ്വാഭാവികമായും കേരളത്തിലെ ഭരണം അതിന്റെ ഒരു പ്രധാനപ്പെട്ട ചർച്ചയാവും. സ്വാഭാവികമായും പാർട്ടി സംഘടന അഭിമുഖീകരിക്കുന്ന വെല്ലുവിളികൾ ചർച്ച ചെയ്യും. നവസമൂഹ മാധ്യമങ്ങളിലും അല്ലാത്ത പത്രമാധ്യമങ്ങളിലും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്ന പാർട്ടിയെ സംബന്ധിച്ച ധാരാളം വാർത്തകൾ കുറെ പേരെങ്കിലും സ്ഥാപിച്ചിട്ടുണ്ടാകും. ആ വാർത്തകൾ ഒക്കെ നിങ്ങൾ ചർച്ച ചെയ്യും. ഈ ചർച്ചകൾക്കെല്ലാമുള്ള ഒരുപക്ഷെ എല്ലാവരെയും തൃപ്തിപ്പെടുത്തുന്ന വിശദീകരണങ്ങളാവണം എന്നില്ല. പാർട്ടി നേതൃത്വത്തിന് പറയാനുള്ള സ്വാഭാവികമായ കുറെ കാര്യങ്ങൾ ഇവിടെ നിന്ന് വിശദീകരിക്കും. പക്ഷെ ഇതെല്ലാം കൂടിക്കഴിഞ്ഞ് സമ്മേളനം പിരിയുമ്പോൾ കുറെ കൂടി വർദ്ധിതമായ വീര്യത്തോടുകൂടി എങ്ങനെയാണ് പാർട്ടിയെ മുന്നോട്ട് നയിക്കുക എന്നതിലായിരിക്കണം നമ്മൾ ഓരോരുത്തരുടെയും മനസ്സുണ്ടാവുന്നത്. CPI 100 വർഷം പൂർത്തിയാക്കിയിരിക്കുന്ന പൂർത്തിയാക്കാൻ പോകുന്ന ഒരു ഘട്ടത്തിലാണ് നമ്മൾ ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത്. ദേശീയ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി പുറത്തു വീഴുകയും രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിൽ നിർണായകമായ ഒരു പങ്കുവഹിക്കുകയും തുടർന്ന് ദേശീയ രാഷ്ട്രീയത്തിന്റെയും പിന്നിട്ട പതിറ്റാണ്ടുകളിൽ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ ഒട്ടേറെ രാഷ്ട്രീയ ചലനങ്ങളെ നിർണായകമാവണ്ണം സ്വാധീനിക്കുകയും ചെയ്ത ഒരു മഹത്തായ പാർട്ടിയാണ് CPI എന്ന കാര്യത്തിൽ സംശയം. ഇന്ത്യയിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കഴിഞ്ഞാൽ ദേശീയ സ്വാതന്ത്ര്യ സമരത്തിന്റെ പൈതൃകം അവകാശപ്പെടാൻ കഴിയുന്ന ഏക പാർട്ടി ഇപ്പോഴും നമ്മുടെ പാർട്ടിയാണ്. സാങ്കേതികമായി ഞാൻ ഫോർവേഡ് ബ്ലോക്കിനെ മാറ്റി നിർത്തുന്നില്ല. പക്ഷേ ഇന്ത്യയിൽ ആകെ സാന്നിധ്യമുള്ള 2 പാർട്ടികളിൽ പിന്നെയുള്ളത് നമ്മുടെ പാർട്ടി മാത്രമാണ്. 100 വർഷം കൊണ്ട് രാഷ്ട്രീയ പ്രസ്ഥാനം പിന്നിടുക എന്ന് പറയുന്നത് ഒട്ടും ചെറിയ കാര്യമല്ല. ആ ആഘോഷ പരിപാടികളുടെ ഔപചാരികമായ ഉദ്ഘാടനം കഴിഞ്ഞ വർഷം ഡിസംബർ മാസം 26 കാൺപൂരിൽ വെച്ച് സഖാവ് D രാജൻ തന്നെ നിർവഹിക്കുകയുണ്ടായി. അന്നേ ദിവസമാണ് കേരളത്തിൽ നമ്മൾ നവീകരിച്ച MS സ്മാരകത്തിന്റെ ഉദ്ഘാടനം നടത്തിയത്. രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് ആഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിച്ചു. ഈ 26 തീയതി ഡിസംബർ മാസം ഈ വർഷം നമ്മൾ കമ്പത്ത് വെച്ചുകൊണ്ട് ഈ ആഘോഷ പരിപാടികളുടെ സമാപനം കുറിക്കുകയും ചെയ്യും. അതിന് മുന്നോടിയായി നമ്മുടെ പാർട്ടിയുമായി ബന്ധമുള്ള ലോകത്തിലെ വിവിധ രാജ്യങ്ങളിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കന്മാരുടെ സമ്മേളനം വിജയവാഡയിൽ ചെയ്യുകയും ചെയ്യും. അപ്പൊ ആ അർത്ഥത്തിൽ 2025 പാർട്ടി പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ തിരക്കുള്ള ഒരു വർഷമാണ്. അവരനുസൃതമായ ധാരാളം പ്രവർത്തനങ്ങൾ പല ഭാഗങ്ങളിലും നടത്തി വരുന്നുണ്ട്. CPIയുടെ ഏറ്റവും വലിയ പ്രത്യേകതകളിൽ ഒന്ന് അത് പ്രതികൂലങ്ങളായ സാഹചര്യങ്ങളാണ് എക്കാലവും നീന്തിക്കടന്നിട്ടുള്ളത് എന്നതാണ്. ഇപ്പൊ നമ്മള് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിന്റെ വിവിധ വശങ്ങൾ ചർച്ച ചെയ്യുമ്പോഴും നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും ഗൗരവപ്പെട്ട ഏറ്റവും ഗുരുതരമായ ഒരു സാഹചര്യം എന്ന് പറയുന്നത് എങ്ങനെയാണ് ഈ പ്രതികൂലമായ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഈ തെരഞ്ഞെടുപ്പ് സാഹചര്യത്തെ അതിജീവിക്കുക എന്നുള്ളതാണ് ഒരു ഭാഗം. ഞാൻ പാർട്ടി കടന്നു വന്നിട്ടുള്ള വഴികളെ കുറിച്ച് അതിന്റെ സമ്പന്നമായ ചരിത്രത്തെ കുറിച്ചൊന്നും ദീർഘമായി ഇവിടെ വിശദീകരിക്കണം എന്ന് വിചാരിക്കുന്നില്ല. 2 കാരണങ്ങളാണ്. ഒന്ന്, നമ്മുടെ മുമ്പിൽ സ്വാഭാവികമായ ഒരു സമയപരിമിതിയുണ്ട്. രണ്ടാമത്തേത്, സഖാവ് R ശശി ഇന്നലെ പൊതുസമ്മേളനത്തിൽ സാമാന്യം ദീർഘമായും ആകർഷകമായും ഒക്കെ പാർട്ടി ചരിത്രത്തിന്റെ കുറേയധികം ഭാഗങ്ങൾ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാകും. ആ ഭാഗങ്ങൾ ആവർത്തിക്കുക എന്ന് പറയുന്നതിന് പ്രത്യേകമായ ഒരു കാര്യവുമില്ല എന്നെനിക്ക് നല്ല നിശ്ചയം. പക്ഷെ CPIയുടെ 100 വർഷങ്ങളും RSSന്റെ 100 വർഷങ്ങളും താരതമ്യേന പലരും ചർച്ച ചെയ്യാറുണ്ട്. പാർട്ടിക്ക് അകത്തുള്ള കുറെ പേരെങ്കിലും ചർച്ച ചെയ്യും. അവർ ആശങ്കാകുലമായിട്ട് ചോദിക്കാറുണ്ട്. ആ സംഘടനയും 1925 ആരംഭിച്ചു. അവരും 100 വർഷം പൂർത്തിയാക്കാൻ പോകുന്നു. നമ്മളും അതേ വർഷം ആരംഭിച്ചു. CPIM സാങ്കേതികമായി യാതൊരു കാര്യവുമില്ല 1920 എന്നൊക്കെ വാദിക്കുന്നുണ്ടെങ്കിലും ആ ഭാവത്തിലൊന്നും ഇന്ത്യയുടെ സമൂഹത്തിന്റെ സ്വീകാര്യതയില്ല. CPMന്റെ തന്നെ ധാരാളം ആളുകളൊന്നും ഉൾക്കൊള്ളുന്നില്ല. സീതാറാം യെച്ചൂരിയുടെ സെക്രട്ടറിയായി ദീർഘകാലം പ്രവർത്തിച്ച ഒരു ചെറുപ്പക്കാരന്റെ കാലത്തുള്ള ലേഖനം
ഇന്ത്യയിലെ വളരെ പ്രശസ്തമായ ഒരു പത്രത്തിൽ എഴുതിയപ്പോൾ ആ ചെറുപ്പക്കാരൻ 1925 പാർട്ടി രൂപീകരിച്ചത് എന്ന് എഴുതിയിട്ട് ഞാൻ സന്ദർഭവശാൽ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇന്ത്യയിലെ എണ്ണം പറഞ്ഞ എല്ലാ ചരിത്രകാരന്മാരുടെയും പുസ്തകങ്ങൾ പരിശോധിക്കുമ്പോൾ ആ പുസ്തകങ്ങളിൽ എല്ലാമുള്ള വർഷം എന്ന് പറയുന്നത് 1925. 1964 പാർട്ടി പതനവുകയും അത് 1925 തന്നെയായിരുന്നു. പിന്നീട് ഒരു പുതിയ ചരിത്രം ഉണ്ടാക്കുക എന്ന് പറയുന്ന മോഹത്തിന്റെ പുറത്താകും 1920 എന്ന് പറയുന്ന പാർട്ടിയുടെ ഒരു ഗ്രൂപ്പ് മാത്രം രൂപീകരിച്ച വർഷത്തെ CPM ഉയർത്തിപ്പിടിക്കാൻ തുടങ്ങി. പക്ഷെ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് ഇപ്പോഴും 100 വയസ്സ് പൂർത്തിയാകുമ്പോൾ RSSന് 100 വയസ്സ് പൂർത്തിയാകുമ്പോൾ ഈ രണ്ടും താരതമ്യം ചെയ്യാനുള്ള പ്രവണത വളരെ ശക്തമാണ്. അതിനകത്ത് നമുക്ക് എന്തെങ്കിലും തെറ്റ് പറയുക സാധ്യമല്ല. ഈ ചർച്ചകളിലെല്ലാം നമ്മൾ എവിടെ എത്തി നിൽക്കുന്നു എന്ന ചോദ്യം സ്വാഭാവികമായിട്ടും ഉയർന്നു. പക്ഷെ RSSന്റെ 100 വർഷങ്ങളും നമ്മുടെ 100 വർഷങ്ങളും എന്ന് പറയുന്നത് സാങ്കേതികമായ 100 വർഷങ്ങളാണെങ്കിലും അധഗജാന്തരമുള്ള 2 100 വർഷങ്ങളാണ് എന്ന് കാണാൻ സാധിക്കും. അങ്ങനെ നമ്മൾ പറയാൻ നമുക്ക് ആധികാരികമായി നമുക്ക് സാധിക്കുന്നത് 2 പ്രസ്ഥാനങ്ങളുടെയും ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട് എന്നതുകൊണ്ടാണ്. അവരെക്കാൾ വലിയ ഒരു പ്രൂഫില്ല. എങ്ങനെ RSS ഇന്ത്യയിൽ രൂപീകൃതമായി എന്നത് ഇവിടെ കൂടിയിരിക്കുന്ന നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ധാരാളം ആളുകൾക്ക് അറിവുള്ള ഒരു കാര്യമായി. ദേശീയ സ്വാതന്ത്ര്യ സമരത്തെ ഉത്തേജിപ്പിക്കുന്നതിന് വേണ്ടിയോ അവന് കുറെ കൂടി കരുത്തു പകരുന്നതിന് വേണ്ടിയോ ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ പരാജയപ്പെടുത്തുന്നതിനോ വേണ്ടിയുള്ള ഒരു സംഘം മനുഷ്യരുടെ ആഗ്രഹത്തിന്റെ ഫലമായിട്ടല്ല RSS രൂപീകൃതമായിരുന്നു. അവന്റെ ഏറ്റവും വലിയ തെളിവെന്ന് പറയുന്നത് RSSന്റെ തന്നെ ചരിത്രമാണ്. RSS ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ ഒരു പങ്കും വഹിക്കാത്ത സംഘടനയാണ്. ആ പങ്ക് വഹിച്ചില്ല എന്നത് നമ്മുടെ മാത്രം ആക്ഷേപമല്ല. ഉദാഹരണത്തിന് RSSന്റെ ഇന്ത്യയിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ സൈദ്ധാന്തികൻ ഒരാളാണ് രാംമാധവ്. ആ പേര് ചിലപ്പോൾ നിങ്ങൾ മാധ്യമങ്ങളിലൂടെ കണ്ടിട്ടുണ്ടാവും. സാക്ഷാൽ രാംമാധവ് അദ്ദേഹത്തിന്റെ RSSുമായി ബന്ധപ്പെട്ട ഒരു പുസ്തകം ഇടക്കാലത്ത് പുറത്തിറക്കുകയുണ്ട്. ആ പുസ്തകത്തിന് ധാരാളം അധ്യായങ്ങളുണ്ട്. ആ അധ്യായങ്ങളിൽ ഒന്നിന്റെ പേര് RSSും ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരവും എന്നുള്ളതാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ RSS വഹിച്ച പങ്കാണ് ആ ലേഖനത്തിന്റെ ഉള്ളടക്കം എന്നുള്ളത്. ആ ലേഖനത്തിന്റെ ആകെ ദൈർഘ്യം എന്ന് പറയുന്നത് 2.5 പേജ് മാത്രമാണ്. 2.5 പേജ് എന്ന് പറയുമ്പോൾ ഒരു സാധാരണ ഒരു നോവൽ, നിങ്ങൾ നോവൽ വായിക്കുന്നവരായിരിക്കും. ആ നോവലിന്റെ ഒരു 2.5 പേജാണ് ഉദ്ദേശിക്കുന്നത്. മാതൃഭൂമിയുടെ മലയാള മനോരമയുടെ 2.5 പേജല്ല എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും ശക്തനായ ഒരു RSS സൈദ്ധാന്തികൻ പോലും രേഖകൾ പരിശോധിച്ചും ഗവേഷണം നടത്തിയും ഒക്കെ അദ്ദേഹം തയ്യാറാക്കി എന്ന് പറയുന്ന ഒരു പുസ്തകത്തിൽ സ്വാതന്ത്ര്യ സമരവും RSSും എന്ന അധ്യായം എഴുതുന്നതിന് പറ്റിയത് 2.5 പേജ് മാത്രമാണ് എന്നുള്ളതാണ്. ആ 2.5 പേജിന്റെ ഉള്ളടക്കം വളരെ വിചിത്രമാണ്. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. അപ്പൊ അത്രയേറെ പരിമിതമായ, അത്രയേറെ ദുർബലമായ ഒന്നായിരുന്നു RSSന്റെ സ്വാതന്ത്ര്യ സമരത്തിലെ പങ്കാളിത്തം എന്ന് പറയുന്നത്. എന്തുകൊണ്ടെന്നാൽ അത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി രൂപീകൃതമായ ഒരു സംഘടനയായിരുന്നില്ല. എങ്ങനെയാണ് ഹിറ്റ്ലർ, മുസോളിനി ഉൾപ്പെടെയുള്ള ഈ ഫാസിസ്റ്റ് വ്യക്തിത്വങ്ങളുടെ പ്രകടനങ്ങളിൽ നിന്ന്, പ്രവർത്തനങ്ങളിൽ നിന്ന് അവർ പാഠം പഠിച്ചത് എന്നതിനെ കുറിച്ചും എല്ലാം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ആ ഭാഗം നമുക്ക് ഇങ്ങനെ അവസാനിപ്പിക്കാൻ സാധിക്കും. 1925 മുതൽ 22 വരെയുള്ള ദീർഘമായ 23 വർഷങ്ങൾ അല്ലെങ്കിൽ 2 പതിറ്റാണ്ടിലധികം കാലം ഉള്ള ദേശീയ സ്വാതന്ത്ര്യത്തിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വഹിച്ച പങ്കിന്റെ 100% പങ്ക് വഹിക്കുന്നതിന് RSSന് സാധിച്ചില്ല എന്നുള്ളതാണ്. പാർട്ടി സ്വാതന്ത്ര്യ സമരത്തെ ഒരു ബഹുജന പ്രസ്ഥാനമാക്കി മാറ്റുന്നതിൽ വലിയ പങ്ക് വഹിച്ചു. സ്വപ്നങ്ങൾ വിൽക്കുന്ന ഒരു മഹാപ്രസ്ഥാനമായി ദേശീയ സ്വാതന്ത്ര്യ സമരത്തിന്റെ കാലത്ത് നിറഞ്ഞു നിന്നു എന്നതാണ്. ഒട്ടേറെ മനുഷ്യർ അവരുടെ ഭാഗമായി പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി. അവർ കോൺഗ്രസിന്റെ ഭാഗമായി, കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ ഭാഗമായി, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭാഗമായി. നേരിട്ട ഗൂഢാലോചന കേസുകൾ, അവർ നേരിട്ട വെല്ലുവിളികളെല്ലാം തന്നെ നമ്മൾ പഠിച്ചു വെച്ച ചരിത്രത്തിന്റെ ഭാഗമാണ്. പാർട്ടി ദേശീയ സ്വാതന്ത്ര്യ സമരത്തിന് കൂടുതൽ കരുത്ത് പകരുന്നതിന് വേണ്ടിയാണ് AISF ഉൾപ്പെടെ AISFനെ പോലെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന് അതിന്റെ മുൻകൈ എടുത്തു. പുരോഗമന എഴുത്തുകാരുടെ സംഘടന രൂപീകൃതമായി 1936 കിസാൻ സഭ ഔപചാരികമായിട്ട് രൂപീകൃതമാകുന്നത്. ഈ മയിൽ മണ്ഡലത്തിന്റെ ഒരു ഭാഗം കേരളത്തിലെ കർഷക പ്രസ്ഥാനത്തിന്റെ പ്രവർത്തന കേന്ദ്രമാണ്. സ്വാമി സഹജാനന്ദ സരസ്വതിയുടെ മുൻകൈയിൽ കിസാൻ സഭ 1936 രൂപീകൃതമായി. സഹജാനന്ദ സരസ്വതി കമ്മ്യൂണിസ്റ്റ് ആയിരുന്നില്ല, പക്ഷെ മാർക്സിയൻ ആശയങ്ങളോട് ഒരു ചായ്വുള്ള സന്യാസിയായിരുന്നു എന്ന് പറയാം. വിവേകാനന്ദനും ദയാനന്ദ സരസ്വതിയും സഹജാനന്ദ സരസ്വതിയും ഇന്ത്യയിലെ ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി നമ്മൾ ഓർമ്മിക്കുന്ന 3 സന്യാസിമാരാണ്. പക്ഷെ വിവേകാനന്ദനും ദയാനന്ദ സരസ്വതിക്കും കൂടുതൽ പ്രാമുഖ്യം കിട്ടുന്ന സ്ഥിതിയുണ്ടായി.
കാരണം അവര് സാമാന്യം നല്ല ആംഗലേയം അറിയുന്നവരായിരുന്നു, വിവേകാനന്ദൻ പ്രത്യേകിച്ചു. ആ കാലത്തേക്ക് പാശ്ചാത്യ ബുദ്ധിജീവികൾ ഉൾപ്പെടെ അവരെ കൂടുതൽ ശ്രദ്ധിക്കുന്ന സ്ഥിതിയുണ്ട്. പക്ഷെ ഒരുപക്ഷെ കൂടുതൽ പ്രതിപാദനായിരുന്ന, കൂടുതൽ പോരാട്ടവീര്യം കാണിച്ച, 4 തവണ ദേശീയ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി ജയിലിൽ പോയ സഹജാനന്ദ സരസ്വതിക്ക് വേണ്ടത്ര ആ നിലയിലുള്ള ഒരു പ്രാമുഖ്യം കിട്ടിയില്ല എന്ന് പറയാൻ സാധിക്കും. സഹജാനന്ദ സരസ്വതി ജമീന്ദർമാരെ നേരിട്ടുകൊണ്ട് അവർ അമിതമായി നികുതി സ്വീകരിക്കാൻ തുടങ്ങിയപ്പോൾ ഞങ്ങൾ നികുതി തരില്ല, നിങ്ങൾ എതിർത്താൽ ഞങ്ങളുടെ ലാത്തിയാണ് ഉത്തരമെന്ന് പ്രഖ്യാപിച്ച സന്യാസി വരികയാണ്. അങ്ങനെ സന്യാസിമാർക്ക് ഒരിക്കലും ഊഹിക്കാൻ കഴിയാത്ത തരത്തിൽ ഇത്തരം പ്രവർത്തനങ്ങൾ ഇടപെട്ട അതിമഹത്തായ ഒരു വ്യക്തിത്വമാണ്. അദ്ദേഹത്തിന്റെ 75ാം ചരമവാർഷികം കൂടിയാണ് ഈ 2025 എന്ന് പറയുന്നത്. അങ്ങനെ ദേശീയ സ്വാതന്ത്ര്യ സമരത്തെ ഒരു ബഹുജന പ്രസ്ഥാനമാക്കി മാറ്റുന്നതിൽ ഒക്കെ കമ്മ്യൂണിസ്റ്റുകാർ വലിയ പങ്ക് വഹിക്കുകയുണ്ടായി. ഈ 22-23 വർഷങ്ങൾ RSSഉം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും താരതമ്യം ചെയ്യുമ്പോൾ ഒരർത്ഥത്തിൽ ആ ഒരു താരതമ്യത്തിന് പോലും പ്രസക്തിയില്ല എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. 40കളുടെ അവസാനമാണ് നമ്മുടെ രാജ്യത്തിന്റെ ഐക്യത്തെ സംബന്ധിച്ച, ഭാവിയെ സംബന്ധിച്ച നിർണായകങ്ങളായ ധാരാളം ചോദ്യങ്ങൾ ഉയർന്നു. നമ്മൾ അഭിമാനപൂർവ്വം ഉയർത്തിപ്പിടിക്കുന്ന തെലുങ്കാനയും പുനഃപ്രവരാറും നമ്മുടെ സമ്മേളനങ്ങളിൽ ആവേശത്തിന് വേണ്ടി കേവലം പറയുന്ന കുറെ പേരുകൾ മാത്രമല്ല. എത്രയോ മനുഷ്യർ ഒരാവശ്യത്തിന്റെ പുറത്ത് രക്തസാക്ഷികളാകുന്ന സാഹചര്യം ഉണ്ടായി. 86ാമത്തെ വയസ്സിലാണ് തെലുങ്കാന സമരത്തിന്റെ നായികയായിരുന്ന ഒരു സഖാവ് കണ്ണമ്മ നിര്യാതയാവുന്നത്. ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ്. അവരുടെ അനുശോചനം രേഖപ്പെടുത്തുന്നതിന് വേണ്ടി 4000-ലധികം ആളുകൾ പങ്കെടുത്ത ഒരു യോഗം സമീപകാലത്ത് നടക്കുകയുണ്ടായി. ഞാനിൽ പങ്കെടുത്ത ആളല്ല. പക്ഷെ ഒരു ജില്ലയിലെ 4000-ഓളം മനുഷ്യർ ഒരു സഖാവിന് അന്തിമോപചാരം അർപ്പിക്കുന്നതിന് വേണ്ടി പ്രത്യേകമായി നടത്തിയ യോഗത്തിൽ പങ്കെടുത്തു. അവരുടെ പ്രത്യേകത, അവർ തെലുങ്കാന സമരത്തിന്റെ കാലത്ത് സ്ത്രീകളെ നയിച്ച ഒരു നേതാവായിരുന്നു എന്നതാണ്. ആ സ്ത്രീകളെ നയിക്കുമ്പോൾ അവരുടെ കയ്യിൽ ഒരുപാട് ആയുധങ്ങൾ ഉണ്ടായിരുന്നു. മുളക് പൊടിയുടെ പാക്കറ്റുകൾ കയ്യിൽ സൂക്ഷിച്ചുകൊണ്ട് പറ്റാവുന്ന ചെറിയ ആയുധങ്ങൾ കയ്യിൽ കരുതി തെലുങ്കാനയിലെ വനാന്തരങ്ങളിലൂടെ സഞ്ചരിക്കുകയും അങ്ങനെ സഞ്ചരിച്ചുകൊണ്ട് റസാക്കർമാരുടെ സൈന്യത്തെ അവർ നേരിടുകയും ചെയ്തു. 86 വയസ്സ് വരെ അവർ ജീവിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആ സമരത്തിന്റെ വർഷങ്ങളിൽ അവർ എത്ര ആക്റ്റീവായിരുന്നു എന്ന് നമുക്ക് ഊഹിക്കാൻ സാധിക്കും. അങ്ങനെ പ്രതിരോധത്തിന്റെ പല മാർഗങ്ങൾ കണ്ടെത്തിയ ഒട്ടേറെ മനുഷ്യർ. പുനഃപ്രവാരാറിന്റെ ചരിത്രം നമ്മളെ ഓരോരുത്തരെയും ആവേശം കൊള്ളിക്കുന്നുണ്ട്. ഇന്ത്യയുടെ ഭാഗമാകണമോ പാകിസ്ഥാന്റെ ഭാഗമാകണമോ സ്വതന്ത്ര നാട്ടുരാജ്യങ്ങളായി നിൽക്കണമോ എന്ന് പറയുന്ന ഒരു സന്ദർഭം വന്നപ്പോ ഇന്ത്യയുടെ ഭാഗം തന്നെയായി നിൽക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് അമേരിക്കൻ മോഡൽ അറബികളിൽ എന്ന ഇപ്പോഴും നമ്മളെ ആവേശം കൊള്ളിക്കുന്ന മുദ്രാവാക്യങ്ങളൊക്കെ വിളിച്ചുകൊണ്ടാണ് അന്ന് ഒരുപാട് സഖാക്കളെ രക്തസാക്ഷികളായി. അപ്പൊ ഇന്ത്യയുടെ ഐക്യത്തിന്റെയും അഖണ്ഡതയുടെയും ഒക്കെ ഒരു പ്രശ്നം വന്നപ്പോ ആ കാര്യത്തിൽ രാജ്യത്തിന്റെ ഐക്യം നിലനിർത്തുന്നതിന് വേണ്ടി, ഈ ഭൂപടം നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള സമരങ്ങളിൽ കമ്മ്യൂണിസ്റ്റുകാർ രക്തസാക്ഷികളായി എന്നുള്ളതാണ്. തുടർന്ന് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ ആ ചരിത്രം വളരെ ദീർഘമായ ഒരു ചരിത്രമാണ്. ഭീകരവാദവും വിഘടനവാദവും ഉയർന്നു വന്ന ഘട്ടങ്ങളും അത് ഉയർന്നു വരുന്നതിന് മുൻപ് ജന്മിത്വവും നാടുവാഴിത്വവും അവസാനിപ്പിക്കുന്നതിന് വേണ്ടി നടത്തിയിട്ടുള്ള ഒട്ടേറെ സമരങ്ങളും ഈ സമരങ്ങളിലെല്ലാം നൂറുകണക്കായ കമ്മ്യൂണിസ്റ്റുകാർ രക്തസാക്ഷികളായി എന്നതാണ്. ഈ മയിൽ എന്ന് പറയുന്നത് പാടിക്കുന്ന് ഉൾപ്പെടെയുള്ള അനശ്വരരായ രക്തസാക്ഷികളുടെ ഒരു പ്രദേശമാണ്. പാടിക്കുന്ന് ഒക്കെ അവരൊക്കെ നായകനായിരിക്കുന്ന ഒരു പാർട്ടി, ആ പാർട്ടിക്ക് ജന്മം നൽകിയ, അതിൽ വലിയ പങ്കുവഹിച്ച, നേതൃപരമായ പങ്കുവഹിച്ച സഖാവ് നിരാമൻ നായർ ഉൾപ്പെടെയുള്ള നേതാക്കന്മാരുടെ ഒരു ഭൂമിയാണ്. പിൽക്കാലത്ത് അറിയപ്പെടുന്ന നേതാവായി മാറിയ സഖാവ് DC-യുടെ നാടാണ്. നമ്മുടെ പാർട്ടിയുടെ ഭാഗമല്ലെങ്കിലും കമ്മ്യൂണിസ്റ്റുകാർ എന്ന നിലയിൽ ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്ത സഖാവ് ചടയർ ഉൾപ്പെടെയുള്ളവരുടെ ഒരു നാടാണ്. ഈ 100 വർഷക്കാലത്ത് പാർട്ടി ചരിത്രം പരിശോധിക്കുമ്പോൾ ഇന്ത്യയിലെ മറ്റൊരു പ്രസ്ഥാനത്തിനും ഊഹിക്കാൻ കഴിയാത്തത്ര മനുഷ്യരാണ് നമ്മുടെ പ്രസ്ഥാനത്തിന് വേണ്ടി ജീവൻ സമർപ്പിച്ചത് എന്നതാണ്. അപ്പൊ ഇന്നലെ നിങ്ങൾ രക്തസാക്ഷി പ്രമേയം അവതരിപ്പിക്കുമ്പോൾ അതിന്റെ സ്വാഭാവികമായും അതിന്റെ ആകർഷകമായ ഭാഷയും ഈ മനുഷ്യർക്കെല്ലാം നമ്മൾ ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. അവരുടെ പ്രവർത്തനങ്ങളെല്ലാം നമ്മളെ ആവേശം കൊള്ളിക്കുന്നു എന്ന് നമ്മൾ സ്വയം പ്രഖ്യാപിച്ചു. പക്ഷേ അതൊരിക്കലും എളുപ്പമായിരുന്നില്ല. നൂറുകണക്കായ മനുഷ്യരാണ് 30ാമത്തെ വയസ്സിൽ, 35ാമത്തെ വയസ്സിൽ, 40ാമത്തെ വയസ്സിൽ കന്യാകുമാരി മുതൽ കാശ്മീർ വരെയുള്ള എണ്ണമറ്റ സമരകേന്ദ്രങ്ങളിൽ മരിച്ചു വീണു. ഇവിടെ മാത്രമല്ല, കയ്യൂരിലും കാവുമ്പായിലും പുന്നപ്രവലാറിലും മാത്രമല്ല, 100 വർഷം നമ്മൾ ആലോചിക്കുമ്പോൾ എന്തൊരു വിസ്മയകരമായ കാലമായിരുന്നു അത്. എത്ര അഭിമാനകരമായ, ആവേശകരമായ, ഇന്ത്യയിലെ ഒരു പ്രസ്ഥാനത്തിനും അവകാശപ്പെടാൻ കഴിയാത്ത ധീരതയുടെ കാലമായിരുന്നു അത് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അത് കാവുമ്പായി, കയ്യൂർ, പുന്നപ്രവലാർ ഈ മേഖലയിലെ സമരങ്ങൾ മാത്രമല്ല, പാടിക്കുന്ന് രക്തസാക്ഷികളുടെ ത്യാഗത്തിന്റെ കാര്യം മാത്രമല്ല, പഞ്ചാബിന്റെ മണ്ണിൽ മരിച്ചു വീണ
നൂറുകണക്കായ നമ്മുടെ സഖാക്കളുണ്ട് ഭീകരഭാവത്തിനെതിരെയുള്ള പോരാട്ടങ്ങൾ, മണിപ്പൂരിൽ ജീവത്യാഗം ചെയ്തവരും. ഈ ത്യാഗത്തിന്റെ ഒന്നും ഒരു ചരിത്രവും RSSന് അവരുടെ 100 വർഷക്കാലത്തിനുള്ളിൽ എവിടെയും പറയാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ഏതെങ്കിലും ജനകീയമായ ആവശ്യങ്ങളുടെ മുമ്പിൽ ജന്മിത്വം ഇപ്പോഴും ഇന്ത്യയിലെ ഏറ്റവും ഭീകരമായിരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ദളിതർക്കെതിരെയുള്ള പീഡനങ്ങൾ എന്ന് പറയുന്നത് ഇന്ത്യൻ സാമൂഹിക ജീവിതത്തിലെ ഏറ്റവും ഭീകരമായ യാഥാർത്ഥ്യങ്ങളിൽ ഒന്നാണ്. ഒരു ദളിതൻ പഞ്ചായത്ത് പ്രസിഡന്റായി പോയാൽ ആ പഞ്ചായത്ത് പ്രസിഡന്റിന് ഡിസ്പോസിബിൾ ഗ്ലാസ്സിലാണ് പലയിടത്തും വെള്ളം കൊടുക്കുന്നത്. കാരണം അല്ലാത്ത ഗ്ലാസ്സിൽ വെള്ളം കൊടുത്താൽ അത് കഴുകി വെക്കുന്നതിന് മനസ്സില്ലാത്ത കീഴുദ്യോഗസ്ഥരാണ് അവിടെ ഉള്ളത് എന്നതാണ് പ്രശ്നം. അപ്പൊ ഈ നിലയിലുള്ള പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ജാതി വിവേചനം ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും നിൽക്കും. നാടുവാഴിത്തത്തിന്റെ അംശങ്ങൾ എന്ന് പറയുന്നത് പഴയ പ്രാകൃത കേരളത്തെക്കാൾ ഭീകരമായിട്ട് ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും നിൽക്കും. ഇവരെല്ലാം ഇതിനെയുള്ള സമരങ്ങളിൽ എവിടെയെങ്കിലും നമ്മൾ RSSനെ കാണുന്നില്ല. എവിടെയെങ്കിലും ഭരണാധികാരികളുമായി അവർ ഏറ്റുമുട്ടിയതിന്റെ ചരിത്രവും. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രം എപ്പോഴും ധീരതയുടെ ഒരു ചരിത്രമായിരുന്നു. നമുക്ക് ഭരണാധികാരികളുമായി ഏറ്റുമുട്ടുന്നതിന് ഒരു ഘട്ടത്തിലും മടിയുണ്ടായിരുന്നില്ല എന്നതാണ് അതിന്റെ പ്രത്യേകത. അത് ബ്രിട്ടീഷ് ഭരണാധികാരികളോട് നമ്മൾ ഏറ്റുമുട്ടി, കോൺഗ്രസ് ഭരണാധികാരികളോട് നമ്മൾ ഏറ്റുമുട്ടി, ജഡ്ജിമാരുടെ ഗുണ്ടകളോട്, അവരെ പ്രതികരിക്കുന്ന പോലീസിനോട് നമ്മൾ ഏറ്റുമുട്ടി. RSSന്റെ ചരിത്രം ഒരു കാലത്തും അങ്ങനെ ആയിരുന്നില്ല. എല്ലാ കാലവും അവർ ഭരണകൂടവുമായി കോംപ്രമൈസ് ചെയ്ത ഒരു ശക്തിയായിരുന്നു. ബ്രിട്ടീഷ് ഭരണകാലത്ത് അവർ കോംപ്രമൈസ് ചെയ്തു, ഇന്ദിരാഗാന്ധി ഗവൺമെന്റുമായി അവർ കോംപ്രമൈസ് ചെയ്തു. അടിയന്തരാവസ്ഥയുടെ ഘട്ടത്തിൽ തങ്ങളെ ജയിലിൽ നിന്ന് വിട്ടാൽ രാഷ്ട്രസേവനത്തിന് വേണ്ടി ഒഴിഞ്ഞു വെക്കാം എന്നവര് പരസ്യമായി ഇന്ദിരാഗാന്ധി കത്തെഴുതുന്ന സാഹചര്യം ഉണ്ടായി. ഞാൻ ആ പട്ടികയൊന്നും സ്ഥിരീകരിക്കുന്നില്ല. ആ 100 വർഷങ്ങളും ഈ 100 വർഷങ്ങളും തമ്മിൽ എല്ലാ അർത്ഥത്തിലും അജഗജാന്തരമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പക്ഷേ അതൊക്കെ നമ്മൾ പറയുമ്പോഴും ജനാധിപത്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിലൊക്കെ ജയിക്കുക എന്ന് പറയുന്നതാണ്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ പാർട്ടിയുടെ പ്രാതിനിധ്യം എന്നെയും നിങ്ങളെയും സന്തോഷിപ്പിക്കുന്നില്ല. ഇവിടെ കൂടിയിരിക്കുമ്പോൾ നിങ്ങൾ ആരെങ്കിലും CPIക്ക് ലോക്സഭയിലും രാജ്യസഭയിലുമുള്ള അംഗത്വത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിലെ വിവിധ സംസ്ഥാന നിയമസഭകളിലെ അംഗത്വത്തിൽ തൃപ്തരാണോ എന്ന് ചോദിച്ചാൽ തൃപ്തരല്ല. എണ്ണം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. 100 വർഷങ്ങൾക്കിപ്പുറം RSSന് നമ്മുടെ രാജ്യത്ത് വലിയ തോതിൽ സ്വാധീനം ചെലുത്തുന്നതിന് വേണ്ടി സാധിച്ചു. ദേശീയ സ്വാതന്ത്ര്യ സമരം ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള സമരം മാത്രമായിരുന്നില്ല. ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള സമരമായി അത് തുടങ്ങി. പക്ഷെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോ അത് ഇന്ത്യ ഒരു ഹിന്ദു പാകിസ്ഥാനാക്കി മാറ്റുന്നതിനെതിരെയുള്ള സമരം കൂടിയായിരുന്നു. ആ അർത്ഥത്തിൽ 1947 ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യലബ്ധി എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാരിൽ നിന്ന് മാത്രമല്ല RSSന്റെ ആശയങ്ങളോട് കൂടിയുള്ള ഒരു വിമോചനമായിരുന്നു. പക്ഷെ 100 വർഷത്തിനിപ്പുറം അവര് ദേശീയ രാഷ്ട്രീയത്തിന്റെ ഏറ്റവും വലിയ സ്വാധീനമുള്ള ഒരു ശക്തിയായി മാറുന്ന സാഹചര്യം ഉണ്ടായി. ആ സാഹചര്യം എങ്ങനെ ഉണ്ടായി എന്ന് പറയുന്നത് വളരെ ഗൗരവപ്പെട്ട ഒരു അന്വേഷണത്തിന്റെ ഭാഗമാണ്. ആ അന്വേഷണം നമ്മൾ സത്യസന്ധമായി നടത്തുന്നതാണ് നമുക്ക് ഭാവിക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ ഊർജ്ജം പകരാൻ സാധിക്കുക. ഒരു കാര്യത്തിന് ഉറപ്പിക്കാൻ സാധിക്കും, എപ്പോഴെല്ലാം ഭരണകൂടവുമായി ഏറ്റുമുട്ടേണ്ട സന്ദർഭം വന്നു അപ്പോഴെല്ലാം RSS പിന്തിരിഞ്ഞു എന്നുള്ളതാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി എടുത്തതുപോലെ ധീരമായ നിലപാടെടുക്കാൻ എന്തും സഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ഒരു ഘട്ടത്തിലും അവർ നടത്തിയിരുന്നില്ല. ഒരുപക്ഷെ രാഷ്ട്രീയ സംഘർഷങ്ങൾ ഉണ്ടാവാം, അടിയന്തരാവസ്ഥ കാലത്തുള്ള ചില ചെറിയ പ്രവർത്തനങ്ങൾ ഉണ്ടാവാം. അതൊക്കെ ഒഴിച്ചു നിർത്തിയാൽ അവരെപ്പോഴും ആളുകൾക്കിടയിൽ ഒരു പ്രത്യേകമായ രീതിയിൽ പ്രവർത്തിച്ച ഒരു പ്രസ്ഥാനമായിരുന്നു. എങ്ങനെയാണ് ഫാസിസ്റ്റ് ആശയങ്ങൾ നമ്മുടെ സമൂഹത്തിലേക്ക് കടന്നു വരുന്നത് എന്നതിനെ സംബന്ധിച്ച് നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കണം എന്നില്ല. നമ്മളെ അറിയാതെ സ്വാധീനിക്കുന്ന ധാരാളമായ ആശയങ്ങൾ. ഇപ്പോ ഒരു നല്ല തിളച്ച വെള്ളത്തിൽ നിങ്ങൾ തവളയെ പിടിച്ചിട്ടാൽ, ഒരു ജീവിയെ പിടിച്ചിട്ടാൽ അവർ സ്വാഭാവികമായിട്ടും തുള്ളി ചാടി കുതിരച്ചാടി പുറത്തേക്ക് പോകാനുള്ള പ്രവണത കാണിക്കും. പക്ഷേ ഇളം ചൂടുവെള്ളത്തിൽ ഒരു ജീവിയെ പിടിച്ചിട്ടാൽ അത് പതുക്കെ പതുക്കെ അതിനോട് സമരസപ്പെടും. പിന്നെ വെള്ളത്തിന്റെ ചൂട് അല്പാൽപമായി കൂട്ടിയാലും അവർ രക്ഷപ്പെടാനുള്ള പ്രവണത കാണിക്കണമെന്നില്ല. അവന്റെ സുഖസുഷുപ്തിയിലോ അല്ലെങ്കിൽ അതിന്റെ ആ മെക്കാനിസത്തിലോ തന്നെ ലയിച്ചിരിക്കും. ഫാസിസ്റ്റ് ആശയങ്ങൾ നമ്മുടെ സമൂഹത്തിലേക്ക് കടന്നു വരുന്നത് അങ്ങനെയാണ്. നമ്മൾ ഓരോരുത്തരെയും ഇവിടെ കൂടിയിരിക്കുന്ന നിങ്ങളെപ്പോലും ജാതിയും മതപരവുമായ ചിന്തകള് ചെറുതല്ലാത്ത ആളുകൾ സ്വാധീനിക്കുന്നുണ്ടാവും. നമ്മുടെ ഏതെങ്കിലും പ്രത്യേകമായ ജാതിയിൽ ജനിച്ചു വീഴുന്നത് നമ്മുടെ ആരുടെയും മെച്ചം കൊണ്ടല്ല എന്ന് നമുക്ക് ഓരോരുത്തർക്കും പറയാം. ഏതെങ്കിലും മതത്തിൽ ജനിച്ചു വീഴുന്നത് നമ്മളെല്ലാം മെച്ചപ്പെട്ടാണ് എന്ന് നമുക്ക് ആർക്കും പറയുക സാധ്യമല്ല. വ്യക്തിജീവിതത്തിൽ അതെല്ലാം കൊണ്ടു നടക്കുമ്പോൾ നമുക്കിപ്പോ പരിമിതികൾ വരും. ആ പരിമിതികൾ അങ്ങനെ നിങ്ങൾ അങ്ങനെ കൊണ്ടു നടക്കാൻ പാടില്ല എന്ന് നിഷ്കർഷിക്കുന്ന പാർട്ടികളല്ല നമ്മുടെ. അതൊക്കെ സ്വാഭാവികമാണ്. പക്ഷെ ഒരുപക്ഷെ അവരെക്കാൾ അപ്പുറത്തേക്ക് അതൊരു ആഘോഷമാക്കുകയും ആ ആഘോഷത്തിന്റെ ഫലമായി അതിനെ അഭിനയിക്കുകയും ചെയ്യുന്ന കുറെ പേരെങ്കിലും, ഞാൻ മൈലുള്ള അർത്ഥത്തിലല്ല പറയുന്നത്, പല ഭാഗങ്ങളും രാജ്യത്തിന്റെ പല ഭാഗത്തും കാണാൻ സാധിക്കും. അതൊരു വസ്തുതയാണ്. ആ നിലയിൽ അതൊരു ഈ ജാതീയമായ അല്ലെങ്കിൽ പ്രവർത്തനങ്ങൾ നടത്തുന്നത് ചിന്തിക്കുന്നത് ഫാസിസ്റ്റ് ആശയത്തിന്റെ ഭാഗമാണ് എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ
നമുക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത, ഒരുപക്ഷെ നമ്മൾ അറിഞ്ഞോ അറിയാതെ നമ്മളെ സ്വാധീനിക്കുന്ന കമ്മ്യൂണിസ്റ്റകരമായിരിക്കുന്ന ധാരാളം കാര്യങ്ങളുണ്ട്. ചെറിയ പല പല ആശയങ്ങളും നമ്മുടെ മനസ്സിലേക്ക് അങ്ങനെ കടന്നു വരികയും ഒരുപക്ഷെ പലയിടത്തും ഞാൻ സംസാരിക്കുമ്പോൾ പല സ്ഥലങ്ങളെങ്കിലും വസ്തുക്കൾക്ക് വിരുദ്ധമായി അതുകൊണ്ടല്ലേ ഈ സംഭവിക്കുന്നത് എന്ന് പറയുന്ന ധാരാളം ഈ ആശയങ്ങൾ നമ്മളെ സ്വാധീനിക്കുന്നത് കൊണ്ടാണ്. പല അർത്ഥത്തിലും അതിങ്ങനെ കടന്നു വന്നുകൊണ്ടിരിക്കും. അങ്ങനെ പതുക്കെ ഈ ആശയങ്ങൾ കടന്നു വന്ന് ഇന്ത്യയിലെ വലിയ ശതമാനം മനുഷ്യരെ അത് സ്വാധീനിച്ചു എന്നുള്ളതാണ്. അങ്ങനെ സ്വാധീനിക്കുന്നതിന്റെ ഫലമായി RSS ഒരു വലിയ ഭൂതന പ്രസ്ഥാനമായിട്ട് മാറാൻ സാധിച്ചു. ഞാൻ എല്ലാ സമ്മേളനങ്ങളിലും പറഞ്ഞ ഒരു കാര്യമുണ്ട്, അത് ഞാൻ ഇവിടെ ആവർത്തിക്കും. ഇവിടെ നമ്മള് പാടിക്കുന്നിനെ കുറിച്ച് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ബലികൂടീരങ്ങളെ കുറിച്ചുള്ള ഒരു പാട്ട് കേൾക്കുമ്പോൾ നമ്മൾ ഏറ്റവും ആവേശം കൊള്ളുന്നവരാണ്. അവ നമ്മുടെ തിരകളെ ത്രസിപ്പിക്കുന്നു. നമുക്ക് അത് അനൽപമായ ഊർജവും ആവേശവും പകരുന്നു. സമാനമായ രീതി ഒരു ഹിന്ദു രാഷ്ട്രത്തെ കുറിച്ചുള്ള പാട്ട് കേൾക്കുമ്പോൾ ആവേശം കൊള്ളുന്ന നൂറുകണക്കായ ഇന്ത്യക്കാർ രാജ്യത്തിന്റെ പല ഭാഗത്തും. ആ പാട്ടുകൾ യൂട്യൂബിൽ ലഭ്യമാണ്. നിങ്ങളത് പോയി നോക്കണമെന്ന് ഞാൻ പറയുന്നില്ല, യൂട്യൂബിൽ ലഭ്യമാണ്. വളരെ നമ്മുടെ സ്ഥിരകളെ ത്രസിപ്പിക്കുന്ന തരത്തിൽ ഈ പാട്ടുകൾ പാടുന്ന ഗായകന്മാരുണ്ട്, പ്രൊഫഷണൽ പാട്ടുകാരാണ്. അവർക്ക് ആയിരക്കണക്കായ ഫോളോവേഴ്സും. അപ്പൊ ഇങ്ങനെ ഇതൊരു ഹിന്ദു രാഷ്ട്രമാണ് എന്ന് വിശ്വസിക്കുന്ന, അതിനുവേണ്ടി ജീവിക്കലാണ് ഏറ്റവും പ്രധാനമെന്ന് വിചാരിക്കുന്ന നൂറുകണക്കിന് മനുഷ്യർ ഒരു ഭാഗത്തും, അവരും ഈ പുരോഗമനാശയക്കാരായ നമ്മളും തമ്മിലുള്ള ഒരു വലിയ രാഷ്ട്രീയ സംഘർഷമാണ് ഇന്ത്യയിൽ നടക്കേണ്ടത്. ആ സംഘർഷത്തിൽ ഇപ്പോ നമ്മുടെ സ്ഥാനം മെച്ചപ്പെട്ടതല്ല എങ്കിൽ പോലും നമുക്ക് ഈ സാഹചര്യത്തെ അതിജീവിക്കാൻ കഴിയുമെന്ന ഉറച്ച വിശ്വാസമാണ് നമുക്ക് ഓരോരുത്തർക്കുള്ളത്. അതുകൊണ്ട് ദേശീയ രാഷ്ട്രീയം ഇന്നെത്തിയിരിക്കുന്നത് സ്വാതന്ത്ര്യ സമരം പരാജയപ്പെടുത്തപ്പെട്ട സമയമായി ബ്രിട്ടീഷുകാർ അവര് ഇന്ന് അന്തർദേശീയ രാഷ്ട്രീയത്തിനകത്ത് വലിയൊരു ശക്തിയാണ്. ബ്രിട്ടൻ സാർവദേശീയമായ പല കാരണങ്ങളാൽ തകർന്നു. അവരുടെ സമ്പദ്ഘടന വലിയ തകർച്ചയെ നേരിട്ടുകൊണ്ടിരിക്കുന്നു. ധാരാളം കുട്ടികൾ ഇവിടെ നമ്മോട്ടൊക്കെ പഠിക്കാൻ പോകുന്നുണ്ടെങ്കിലും അവിടുത്തെ കാര്യങ്ങളൊക്കെ സാമാന്യഗതിയിൽ മോശമാണ് എന്നെല്ലാവർക്കും അറിയാൻ സാധിക്കും. പക്ഷെ അന്ന് രാഷ്ട്രീയമായി പരാജയപ്പെട്ട ഒരു ശക്തി ഇന്ത്യയുടെ ഏറ്റവും വലിയ വിപത്തായി ഇത് മാറുന്ന സാഹചര്യം ഉണ്ടായിരിക്കും. അവരെ പക്ഷേ ഇത്രയേറെ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടു ഇന്ത്യ ആകെ സ്വീകരിച്ചോ എന്ന് ചോദിച്ചാൽ അങ്ങനെ സ്വീകരിച്ചിട്ടില്ല എന്ന് പറയാൻ സാധിക്കും. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം നമ്മൾ പരിശോധിക്കുമ്പോൾ കുറെ കൂടി അവധാനത കാണിച്ചിരുന്നെങ്കിൽ, കുറെ കൂടി ഒരു ധാരണ ഉണ്ടാക്കിയിരുന്നെങ്കിൽ BJP പരാജയപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുമായിരുന്നു. പക്ഷെ അന്ന് കോൺഗ്രസിന്റെ പല തെറ്റായ രീതികൾ സമീപനങ്ങൾ കൊണ്ട് അത് സാധ്യമാക്കുന്ന സ്ഥിതിയുണ്ടായില്ല. എങ്ങനെ രാഹുൽ ഗാന്ധി ഇവിടെ വന്ന് മത്സരിച്ചു, എങ്ങനെയാണ് അത് ദേശീയ രാഷ്ട്രീയത്തിന്റെ ഒരു ധാർമ്മികതയ്ക്ക് നിരക്കാത്ത മത്സരമായി മാറിയത് എന്നെല്ലാം നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തതാണ്. ഒരു കാര്യം ഉറപ്പാണ്, മഹാഭൂരിപക്ഷം മത ജാതി ദൈവവിശ്വാസികളായിരിക്കുന്ന ഒരു നാട്ടിൽ ഇത്രയേറെ പ്രചരണങ്ങൾ നടത്തിയിട്ട് പോലും, ഇത്രയേറെ സന്നാഹങ്ങൾ ഒരുക്കിയിട്ട് പോലും, നമ്മുടെ പാർട്ടിക്കൊന്നും സ്വന്തം കാണാൻ കഴിയാത്ത തുക ചെലവിട്ടിട്ട് പോലും RSS BJP സംവിധാനത്തിന് 30-32% ഇന്ത്യക്കാരുടെ വോട്ട് പെടാൻ സാധിച്ചിട്ടില്ല എന്നത് വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു ഘടകമാണ്. അതുകൊണ്ട് അവശേഷിക്കുന്ന ഈ വോട്ടുകളെ മുഴുവൻ കൂട്ടിയോജിപ്പിക്കാൻ BJPയുടെ തന്നെ ഭാഗമായിരിക്കുന്ന ആളുകളെ രാഷ്ട്രീയം പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ നമുക്ക് സാധിച്ചാൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. ആ പ്രതീക്ഷയാണ് നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. നമ്മൾ എപ്പോഴും ഒരു കാര്യം സ്വാഭാവികമായിട്ടും മനസ്സിലാക്കേണ്ടത്, ജനങ്ങൾ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിന്റെ കുത്തകയായി എല്ലാ കാലവും നിൽക്കണം എന്നില്ല. നമ്മൾ ഒരു റാലി നടത്തുന്നു, ആ റാലിയിൽ ആയിരക്കണക്കിന് ആളുകൾ വരുന്നു, അവർ ആവേശകരമായ ഒരു പ്രസംഗം കേൾക്കുന്നു, ആ പ്രസംഗം കേട്ട് അവർ തിരിച്ചു പോകുന്നു. ഈ 10,000 എല്ലാ കാലവും ആ റാലിയുടെ ഭാഗമായിരുന്നവരെല്ലാം അതേ പ്രസ്ഥാനത്തിന്റെ ഭാഗമാണ്. നമ്മളും അഭിമുഖീകരിക്കുന്ന ഒരു വെല്ലുവിളിയാണ്. 10,000 ആളുകൾ റാലി നടത്തിയാൽ പക്ഷെ വോട്ട് ചെയ്യുന്നവർ 2-3 ആളുകൾ മാത്രമായിരിക്കും. ബാക്കിയുള്ളവർ പ്രത്യേകിച്ച് തൊഴിലാളി സംഘടന റാലികളൊക്കെ പങ്കെടുക്കുന്നവരെ ഗണ്യമായ ശതമാനം വോട്ട് ചെയ്യണം. അത് ഞാൻ തെറ്റായിട്ട് പറയുന്ന ഒരു കാര്യമല്ല. ഒരു തൊഴിലാളി സംഘടനയിൽ പങ്കാളികളാവുന്ന പലരും പല രാഷ്ട്രീയ കാഴ്ചപ്പാടുള്ളവരായിരിക്കാം. ഒരു പ്രസ്ഥാനത്തിനും നമുക്ക് ജനങ്ങളുടെ കുത്തകാവകാശം പൂർണ്ണമായിട്ട് അവകാശപ്പെടാൻ സാധിക്കില്ല. കാരണം അവരെപ്പോഴും മാറാം. നമ്മള് വേദിയിലിരിക്കുന്ന കുറെ നേതാക്കന്മാർ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നവർക്ക് എല്ലാ കാലവും സാമാന്യ CPയുടെ ഭാഗമായിരിക്കാം. പക്ഷെ നമ്മൾ കാണാത്ത ഒരു മഹാജനവും ഈ ജനം എന്ന് പറയുന്നത് എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെയും ഫോഴ്സാണ്. ഇന്ന് മഹാപ്രസ്ഥാനങ്ങൾ എന്ന് കരുതുന്ന പ്രസ്ഥാനങ്ങളെല്ലാം അതേ രീതിയിൽ തന്നെ നിൽക്കുമെന്നാണ് നമ്മൾ പലരും ധരിക്കുന്നത്. അങ്ങനെയല്ല എന്നതിന്റെ ഒട്ടേറെ ഉദാഹരണം നമ്മുടെ മുമ്പിലും. നമ്മൾ ഒട്ടും സന്തോഷത്തിലല്ലെങ്കിലും ബംഗാളിന്റെ സാഹചര്യങ്ങൾ പലയിടങ്ങളിലും ചൂണ്ടിക്കാണിക്കാറ്. ഒരു ഘട്ടത്തിൽ ബംഗാളിലെ ഇടതുപക്ഷം എന്ന് പറയുന്നത് ഒരു അസാധ്യമായ സംഭവമായിരുന്നു. നോഡിയുടെ കൊണ്ട് 10,000 നടക്കുന്ന അസാധാരണമായ റാലികൾ നടത്തിയിരിക്കുന്നു. പക്ഷെ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ പങ്കാളിത്തമുള്ള റാലികൾ നടത്തിയ പ്രസ്ഥാനമായിരുന്നു ബംഗാളിലെ ഇടതുപക്ഷം എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് CPM. പക്ഷെ വർഷങ്ങൾക്ക് ശേഷം ജ്യോതി ബസുവിന്റെ 100ാം ജന്മവാർഷികം ശതാബ്ദി ബംഗാൾ അസംബ്ലിയിൽ പ്രത്യേകമായി ചർച്ച നടത്തുമ്പോൾ ആ ചർച്ചയിൽ പങ്കെടുക്കാൻ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ പോലും ഇല്ലാത്ത സാഹചര്യം ബംഗാളിലുണ്ടായി. ഒട്ടും സന്തോഷത്തോടുകൂടിയല്ല നമ്മളിത് പറയുന്നു. ഇന്ത്യ കണ്ട ഏറ്റവും പ്രഗത്ഭരായിരിക്കുന്ന പാർലമെന്റേറിയന്മാർ, നേതാക്കന്മാർ
നമ്മുടെ കൂട്ടത്തിലാണെങ്കിൽ ഇന്ദ്രജിത് ഗുപ്തയും ഗുരുദാസ് ഗുപ്തയും രേണു ചക്രവർത്തിയും അതുപോലെ ഗീതാ മുഖർജിയും ഉൾപ്പെടെയുള്ളവർ, ഭൂപേഷ് ഗുപ്തയെ പോലുള്ള, കിരൺ മുഖർജിയെ പോലുള്ള അസാമാന്യ പ്രതിഭകൾ അവരെല്ലാം ഉണ്ടായിരുന്ന ഒരു പാർട്ടി, വിശ്വനാഥ് മുഖർജിയെ പോലുള്ളവർ നയിച്ച ഒരു പാർട്ടി. ഞാൻ ആ പട്ടിക നീട്ടുന്നില്ല. ജ്യോതി ബസുവിനെ പോലെയൊക്കെയുള്ള അസാമാന്യ പാണ്ഡിത്യവും അനുഭവ സമ്പത്തുള്ള നേതാക്കന്മാർ, ഈ പേരറിയുന്നവർക്ക് പുറമെ ധാരാളമല്ലാത്തവർ, അവരെല്ലാം നയിച്ചൊരു മഹാപ്രസ്ഥാനം. പക്ഷേ ഏറ്റവും അവസാനം പ്രാതിനിധ്യം പോലും ഒന്നുമില്ലാത്ത സാഹചര്യമുണ്ട്. നമ്മുടെ ദുഃഖത്തോടെ പറയുമ്പോൾ അത് പഠിപ്പിക്കുന്ന ഒരു പാഠങ്ങളാണ്. എല്ലാ കാലവും എല്ലാവരും അങ്ങനെ ഒരു പ്രസ്ഥാനത്തിന്റെ ഭാഗമായി നിൽക്കണം എന്നില്ല. ജനങ്ങൾ എന്ന് പറയുന്നത് രാഷ്ട്രീയ സാഹചര്യങ്ങൾക്കനുസരിച്ച്, സാമൂഹ്യ സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറി ചിന്തിക്കാൻ ശേഷിയുള്ളവരും അങ്ങനെ മാറി ചിന്തിച്ചുകൊണ്ടിരുന്ന ധാരാളമായ തെളിവുകളും നമ്മുടെ സമൂഹത്തിലുണ്ട്. ഈ ചിന്തയെല്ലാം എപ്പോഴും പോസിറ്റീവ് ആവണമെന്നില്ല, അതെല്ലാം ശരിയായ ദിശയിലാവണം എന്നില്ല. പക്ഷെ അങ്ങനെ സംഭവിച്ചു എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യം നമ്മളെ പഠിക്കുന്നത് എന്താണ്? നമ്മളെ നിരാശരാക്കുന്നതിന് പകരം ഒരു മഹാജനസംഖ്യത്തെ നമുക്ക് ആകർഷിക്കാനുണ്ട് എന്നതാണ്. നമ്മൾ ശരിയായ രീതിയിൽ പ്രവർത്തിച്ചാൽ, നമ്മൾ ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഇടപെട്ടാൽ നമുക്ക് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. അതിന്റെ ഭാഗമായിട്ടാണ് പാർട്ടി ധാരാളമായ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. ഞാൻ പുതിയ ഇന്ത്യ കടന്നു പോകുന്ന വഴികളെ കുറിച്ചൊന്നും ഇവിടെ വിശദീകരിക്കുന്നില്ല. ഇവിടെ സമ്മേളനത്തിന്റെ ഭാഗമായുള്ള രാഷ്ട്രീയ റിപ്പോർട്ട് നടത്തുന്നത് സാർവദേശീയവും ദേശീയവുമായ ധാരാളം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാകും. കർഷക സമരത്തെ കുറിച്ച് കുറെ പരാമർശങ്ങൾ അതിനകത്ത് നടത്തിയിട്ടുണ്ടാകുമെന്ന് എനിക്ക് ഉറപ്പാണ്. പുതിയ ഇന്ത്യയുടെ തൊഴിലായ്മയെ കുറിച്ച്, അതിവേഗത്തിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന വർഗീയ അജണ്ടയെ കുറിച്ച്, എങ്ങനെയാണ് ഫെഡറൽ തത്വങ്ങൾ ലഭിച്ചുകൊണ്ട് കേന്ദ്രം മുന്നോട്ട് പോകുന്നത് എന്നതിനെ കുറിച്ച്, പ്രത്യേകിച്ച് കേരളത്തോട് കാണിക്കുന്ന അവഗണനയെ കുറിച്ചെല്ലാമുള്ള ധാരാളമായ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും. ഈ പ്രശ്നങ്ങളെല്ലാം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമ്മൾ നടത്തുന്ന സമരങ്ങളും മുന്നേറ്റങ്ങളും എന്ന് പറയുന്നത് വളരെ ഫലപ്രദമായിട്ട് നമുക്ക് നടത്താൻ സാധിക്കും. പലയിടങ്ങളിലുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഞാൻ പല സമ്മേളനങ്ങളിൽ പോകുമ്പോൾ പല സേനകളെ കാണുമ്പോഴും അവരെല്ലാം പാർട്ടിയുടെ ഭാവിയിൽ വലിയ താല്പര്യമുള്ളവരാണ്. അവർ ധാരാളം ചോദ്യങ്ങൾ ചോദിക്കും. പക്ഷേ ഈ ചോദ്യങ്ങളെല്ലാം ഉൾക്കൊള്ളുമ്പോഴും സ്വന്തം നാട്ടിൽ പുറത്ത് നമ്മൾ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. അസമിലെ CPI ഘടകെടുക്കുന്ന ഒരു നിലപാടുകൾ നിങ്ങൾക്ക് നിരാശയുണ്ടാക്കുന്നുണ്ടാവാം, നിങ്ങളെ ഒരു ആവേശം കൊള്ളിക്കുന്നുണ്ടാവാം. പക്ഷെ നിങ്ങളുടെ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ പ്രദേശത്തെ CPI എടുക്കുന്ന നിലപാടുകൾ, പ്രവർത്തനങ്ങളൊക്കെയാണ് ഏറ്റവും നിർണായകമായിരിക്കുന്നത് എന്നത്. ആ കാര്യത്തിൽ നമ്മൾ എന്തുമാത്രം ശ്രദ്ധിക്കുന്നു എന്നത് വളരെ ഗൗരവപ്പെട്ട ഒരു കാര്യമാണ്. പലയിടങ്ങളിലും പാർട്ടി മുന്നോട്ട് പോകാത്തതിന്റെ കാരണം എന്ന് പറയുന്നത് വളരെ ലളിതമാണ്. പാർട്ടിയിലെ മെമ്പർമാരിലെ ഒരു 30-35% മാത്രമാണ് ഈ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകുന്നത്. ആ 35% കാണിക്കുന്നതാണ് എല്ലാം. ബാക്കിയുള്ള മെമ്പർമാർ മോശക്കാരാണോ എന്ന് ചോദിച്ചാൽ അവർ മോശക്കാരല്ല. അവർ CPIയോട് സ്നേഹമുള്ളവരാണ്, CPIയോട് ബഹുമാനമുള്ളവരാണ്. പക്ഷെ ഞങ്ങളെക്കാൾ ഭംഗിയായി നന്നായി പാർട്ടിയെ ന്യായീകരിക്കാൻ സാധിക്കുന്നവരായിരിക്കും. പക്ഷെ പാർട്ടി പ്രവർത്തനം എന്ന് പറയുമ്പോൾ നമുക്ക് അതിന് പകരം വെക്കാവുന്ന ഒന്നില്ല. സോഷ്യൽ മീഡിയയിൽ റീലിട്ടത് കൊണ്ടോ നല്ല ഫോട്ടോ ഇട്ടത് കൊണ്ടോ കുറച്ച് വാചകങ്ങൾ എഴുതിയതുകൊണ്ടോ പാർട്ടി ഒട്ടും മുന്നോട്ട് പോകില്ല എന്ന് നമുക്കറിയാം. അതിന് പ്രവർത്തനം തന്നെ വേണം. ഞാൻ സോഷ്യൽ മീഡിയ പ്രാധാന്യം കുറച്ച് കാണുന്ന ആളല്ല, പക്ഷെ പ്രവർത്തനം തന്നെ വേണം. ആ പ്രവർത്തനങ്ങളിൽ നമ്മൾ എവിടെ നിൽക്കും? ഇവിടെ കൂടിയിരിക്കുന്ന ഓരോ സഖാവും പരിശോധിച്ച് നോക്കുമ്പോൾ, അല്ലെങ്കിൽ ഞങ്ങൾ എല്ലാവരും പരിശോധിച്ച് നോക്കുമ്പോൾ എന്താണ് കഴിഞ്ഞ 1 വർഷക്കാലം അല്ലെങ്കിൽ 3 വർഷക്കാലം നമ്മൾ പാർട്ടി ശക്തിപ്പെടുത്തുന്നതോട് ചെയ്യുന്നത് എന്നത് വളരെ ഗൗരവപ്പെട്ട ഒരു ചോദ്യമാണ്. ഞാൻ നിങ്ങളുടെ മാത്രം ഒരു പ്രശ്നമായിട്ടല്ല, ഞങ്ങളും കൂടെ പരിശോധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മള് വെറുതെ സ്വപ്നം കാണുന്നത് കൊണ്ടോ ഭൂതകാലത്തെ കുറിച്ച് പറഞ്ഞത് കൊണ്ടോ മാത്രം നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭൂതകാലം ഞാൻ നിങ്ങളെ ആവർത്തിക്കേണ്ടതില്ല. ഞാൻ ഇപ്പൊ പറഞ്ഞതുപോലെ തന്നെ വളരെ വളരെ സമ്പന്നമായ ഒന്നായിരുന്നു. പക്ഷെ 1970-ലെ അച്യുതമേനോൻ ഗവൺമെന്റിന്റെ ഭൂപരിഷ്കരണത്തിന്റെ കഥകൾ മാത്രം പറഞ്ഞുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോവുക സാധ്യത. വിസ്മയകരമായ മാറ്റം ഈ കേരളത്തിൽ CPIയുടെ മുൻകൈയിൽ ഉണ്ടാക്കിയ ഒരു യാഥാർത്ഥ്യമാണ്. ഇടതുപക്ഷ ഗവൺമെന്റിന്റെ ഭാഗമായും അല്ലാതെയും ഒക്കെ നമ്മൾ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കി. ഒരു പാർട്ടി എന്നുള്ള നിലയിൽ നമ്മുടെ കാഴ്ചപ്പാടുകൾ, നമ്മുടെ സമീപനങ്ങൾ, നമ്മുടെ ആശയങ്ങളെല്ലാം കേരളത്തിന്റെ ഗതിയെ മാറ്റുന്നതിൽ വലിയ പങ്ക് വഹിച്ചു. കേരള രാഷ്ട്രീയം കണ്ട ഏറ്റവും ഉന്നതന്മാരും അല്ലെങ്കിൽ ഏറ്റവും ശക്തരായിരിക്കുന്ന വ്യക്തിത്വങ്ങൾ പലരും നമ്മുടെ നേതാക്കന്മാരായിരുന്നു. അതെല്ലാം ശരിയാണ്. പക്ഷെ ആ ശരികൾ കൊണ്ട് മാത്രം നമുക്ക് മുന്നോട്ട് പോകാൻ സാധ്യത. അത് നമ്മളെ ആവേശം കൊള്ളിക്കുന്നുണ്ട്. പക്ഷെ തലമുറ അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന പുതിയ ധാരാളം കാഴ്ചപ്പാടുകളുടെ ഒരു കാലത്താണ് നമ്മൾ നിൽക്കുന്നത്. ഇപ്പോ സേലം ജയിൽ രക്തസാക്ഷിത്വം എന്നെ വ്യക്തിപരമായിട്ട് ആവേശം കൊള്ളിക്കും. കാരണം എന്റെ ഗ്രാൻഡ് ഫാദർ സേലം ജയിൽ രക്തസാക്ഷിയുള്ള ഒരാളായിരുന്നു, കാവപ്പായ സമരത്തിന്റെ നേതാവായിരുന്നു. അതെന്റെ അച്ഛനെ ആവേശം കൊള്ളിച്ചു, എന്നെ ആവേശം കൊള്ളിക്കുന്നുണ്ട്. എന്റെ പ്രവർത്തനങ്ങളെല്ലാം പോകും. പക്ഷെ അത് എന്റെ മകനെ അതുപോലെ ആവേശം കൊള്ളിക്കുന്ന ഒന്നല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആ വൈകാരികത എന്റെ മകൻ ഉണ്ടാവണമെന്നില്ല. അതൊരു സ്വാഭാവികതയാണ് ജീവിതത്തിന്റെ. എല്ലാ തലമുറകളെയും സ്വാധീനിക്കണം എന്നില്ല. ഈ കുതിരാമൻ നായരുടെ പ്രവർത്തനത്തെ കുറിച്ച് നമ്മൾ ആലോചിച്ച് നോക്കുമ്പോൾ ആ വിവരണാതീതമായ ത്യാഗത്തിന്റെ ഒരു കാലമായിരുന്നു അത്. സ്വാഭാവികമായിട്ടും ഒരുപക്ഷെ അധികം വരെയുള്ള ഒരു തലമുറയെ ആവേശം കൊള്ളിക്കും. അതിനുശേഷമുള്ള മക്കളിലേക്ക് ഒരു ആ നിലയിൽ ആ വികാരം ഉണ്ടാകണമെന്നില്ല. അത് മനുഷ്യസ്നേഹമായിരിക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ പേരെടുത്ത് പറയുന്നില്ല, എല്ലാവരുടെയും കാര്യം എങ്ങനെയാണ്. വാടിക്കുന്നിന്റെ ഈ രക്തസാക്ഷിത്വം, അസാധാരണമായ ത്യാഗം പിന്നീട് എല്ലാ തലമുറകളെയും അങ്ങനെ ആവേശം കൊള്ളിക്കണമെന്നില്ല. പുതിയ കാലത്ത്
ആളുകൾക്ക് ഊർജം പകരുന്ന, അവരെ മുന്നോട്ട് നയിക്കുന്ന, അവർക്ക് ചലാത്മകത ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങളുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകണം. അങ്ങനെ പോകാൻ സാധിക്കുമ്പോഴാണ് ഒരു പ്രസ്ഥാനത്തിന് വളരാൻ സാധിക്കുക. ആ കാര്യത്തിൽ നേതൃത്വം പരിശോധിക്കേണ്ട ധാരാളം കാര്യങ്ങളുണ്ട്. അവ ഞങ്ങൾ പരിശോധിക്കുക തന്നെ ചെയ്യും. പുതിയ വഴികൾ ഉണ്ടാക്കാനുള്ള ഏറ്റവും തീവ്രമായ ശ്രമങ്ങൾ ഉണ്ടാക്കും. അതോടൊപ്പം പാർട്ടിയെ പ്രതിനിധീകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സഖാക്കൾ എന്നുള്ള നിലയിൽ നിങ്ങളുടെ കൂടെ അന്വേഷണത്തിന്റെ ഭാഗമായി അതുണ്ടാവണം. അങ്ങനെ വരുമ്പോൾ ഒരു മഹാപ്രസ്ഥാനമായിട്ട് നമുക്ക് മാറാൻ സാധിക്കും. ഇന്ത്യയുടെ എല്ലാ പ്രദേശങ്ങളിലും, ഏതാണ്ട് എല്ലാ പ്രദേശങ്ങളിലും സാന്നിധ്യമുള്ള, ഒരേ മനസ്സോടുകൂടി ചിന്തിക്കുന്ന ആയിരക്കണക്കിന് മനുഷ്യരാണ് നമ്മുടെ കരുത്ത് എന്നുള്ളത്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ അവര് പല ഭാഷ സംസാരിക്കുന്നവരാണെങ്കിലും അവര് ഉയർത്തിപ്പിടിക്കുന്ന വികാരം എന്ന് പറയുന്നത് CPI എന്ന് പറയുന്ന മഹത്തായ ഒരു വികാരമാണ്. അപ്പൊ അതിനെ ഏറ്റവും നന്നായി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കണം. ഒട്ടേറെ സമര പാരമ്പര്യമുള്ള ഒരു നാട്ടിലെ, ഒരു മേഖലയിലെ പാർട്ടി നേതാക്കന്മാരാണ് നിങ്ങൾ. ആ ദൗത്യം വളരെ ഫലപ്രദമായി നിങ്ങൾക്ക് നിറവേറ്റാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഇവിടെ കേരളം എന്ന് പറയുന്നത് ഇന്ത്യയിലെ മറ്റ് പ്രദേശങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിരിക്കുന്ന ഒരു സ്ഥലമാണ് എന്ന് നമുക്കറിയാം. ഇവിടെയാണ് ഇപ്പോ ഒരു ഗവൺമെന്റ്, ഇടതുപക്ഷത്തിന്റെ ഗവൺമെന്റ് അവശേഷിക്കുന്നത്. ഞാൻ മറ്റു വിഷയങ്ങളിലേക്ക് ഒന്നും പോകുന്നില്ല. എല്ലാ സമ്മേളനങ്ങളിലും ഉയർന്നു വന്ന ധാരാളം വിഷയങ്ങളുണ്ട്. ഇവിടെ എനിക്ക് ഊഹിക്കാൻ കഴിയും ധാരാളം വിഷയങ്ങൾ ഇവിടെയും ഉയർന്നു വരും. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, നമുക്ക് ഇടതുപക്ഷ ഗവൺമെന്റിന്റെ ഒന്ന് മാറ്റി കുറെ കൂടി മെച്ചപ്പെട്ട ഒരു LDF കൊണ്ടുവരിക എന്നുള്ളതല്ലാതെ നമ്മുടെ മുമ്പിൽ മറ്റ് പ്രായോഗികങ്ങളായ മാർഗങ്ങളില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം. ഒട്ടേറെ പ്രശ്നങ്ങൾ ഉണ്ടാവും. ആ പ്രശ്നങ്ങളെല്ലാം എല്ലാ കമ്മിറ്റികളിൽ ഇരുന്ന് കേൾക്കുന്ന ഒരാളാണ് ഞാൻ. ആ പ്രശ്നങ്ങളെ കുറിച്ച് മാത്രം പറയുന്നത് പോസിറ്റീവായ ധാരാളം കാര്യങ്ങളുണ്ട്. ഇപ്പോ കേരളത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ പട്ടയം കൊടുക്കുന്ന ഒരു ഗവൺമെന്റായി നമുക്ക് മാറാൻ സാധിച്ചു. ഭൂരിപക്ഷം പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ഏറ്റവും നല്ല ഇടപെടൽ ഒരു ഭാഗത്തുണ്ടാവും. ഒരു സാമ്പിൾ മാത്രം പറഞ്ഞാണ്. അങ്ങനെ ധാരാളമായ പോസിറ്റീവായ കാര്യങ്ങളുണ്ട്. പക്ഷെ ഇവിടെ പറയുമ്പോൾ വിമർശനങ്ങൾ നിങ്ങൾ ധാരാളം ഉന്നയിക്കും. ഇതെല്ലാം ആണെങ്കിലും ആത്യന്തികമായി നമ്മുടെ ഗവൺമെന്റിന് പകരം വെക്കാൻ കഴിയുമ്പോൾ കുറെ കൂടി മെച്ചപ്പെട്ട ഒരു LDF ഗവൺമെന്റ് ആണ് എന്ന യാഥാർത്ഥ്യം നമുക്കുണ്ടാവും. വളരെ പരിമിതമായ സാഹചര്യത്തിൽ ഈ ഗവൺമെന്റ് പ്രവർത്തിക്കുന്ന സ്ഥിതിയുണ്ടായി. ഞാൻ എങ്ങനെയാണ് ചുരന്മല ദുരന്തത്തോട് കേന്ദ്രമെടുത്ത സമീപനം എന്നത് ഞാൻ വിശദീകരിക്കുന്നില്ല. വിബദ്ധ മാതൃഭൂമി പത്രത്തിന്റെ മുഖപ്രസംഗം മാത്രം നിങ്ങളൊന്ന് മനസ്സിലാക്കി വായിച്ചാൽ എന്താണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറയുന്ന രാഷ്ട്രീയം, എന്താണ് നമ്മൾ പറയുന്ന രാഷ്ട്രീയം, ഇടതുപക്ഷ പദവിയിൽ പറയുന്ന രാഷ്ട്രീയം എന്ന് മാതൃഭൂമി പോലൊരു പത്രത്തിന്റെ മുഖപ്രസംഗത്തിനകത്ത് തന്നെ വ്യക്തമാണ്. ഏറ്റവും അവസാനം ദുരിതാശ്വാസ നിധിക്ക് കേന്ദ്രത്തിന്റെ ചില ഇളവ് കിട്ടുന്നത് സംബന്ധിച്ച ഒരു വിഷയം വന്നു. മഹാരാഷ്ട്രയ്ക്ക് പക്ഷെ അവരാ ഇളവ് കൊടുത്തു. കേരളം വന്ന് കേരളപേക്ഷിച്ചിട്ടും ആ ഇളവ് കിട്ടുന്ന സാഹചര്യം ഉണ്ടായി. ഇങ്ങനെ നിരവധിയായ കാര്യങ്ങളാണ്. സംസ്ഥാനത്ത് നെക്കിക്കൊള്ളാനുള്ള ഒരു പരിശ്രമം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ആ പരിശ്രമം നല്ലതുപോലെ നടക്കുന്നു. പക്ഷെ അവരെല്ലാം അവഗണിച്ചുകൊണ്ടാണ് ഈ ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത്. ഈ ഗവൺമെന്റിനെ സംരക്ഷിക്കുകയും നിലനിർത്തുകയും ചെയ്യുക എന്ന് പറയുന്നത് LDFന്റെ തുടക്കക്കാരെന്നുള്ള നിലയിൽ നമ്മുടെ വലിയ രാഷ്ട്രീയ ഉത്തരവാദിത്വമാണ്. ഇന്നത്തെ സങ്കീർണമായ ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യത്തിൽ അവരെക്കാൾ മെച്ചപ്പെട്ട ഒരു മാർഗം നമ്മുടെ മുമ്പില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് കുറെ കൂടെ മെച്ചപ്പെട്ട ഒരു LDF ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ട് കൂടിയായിരിക്കണം നമ്മുടെ വിമർശനങ്ങൾ എന്നുള്ളതാണ്. പിന്നെ ഏറ്റവും അവസാനമായി ഒരു ഭാഗം പറയുമ്പോൾ മറ്റു പാർട്ടികളെ പോലെയാണ് നമ്മുടെ പാർട്ടി വന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടിയുള്ള ധാരാളമായ ശ്രമങ്ങൾ നടന്നു. ആ ശ്രമങ്ങളുടെ വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ഒന്ന്, സോഷ്യൽ മീഡിയയുടെ അതിപ്രസരത്തിന്റെ കാലത്താണ് നമ്മൾ നിൽക്കുന്നത്. എന്റെയും നിങ്ങളുടെയും മുമ്പിൽ ഉള്ള ഈ മൊബൈൽ ഫോണിലൂടെ ധാരാളമായ വിവരങ്ങൾ വരുന്നു. ഈ വിവരങ്ങൾ കൊടുക്കുന്ന സോഴ്സ് ഏതാണ് എന്നോ ഈ വിവരങ്ങളുടെ ആധികാരികത എന്താണെന്ന് ആരും പരിശോധിക്കുന്നില്ല. പക്ഷെ അവനപ്പുറം ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ വരുന്ന വാർത്തകളെല്ലാം ശരിയാണ് എന്ന് വിശ്വസിക്കുന്ന കുറെ പേർ നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ളതാണ്. പാർട്ടി സംഘടനാ രംഗത്ത് കുറെ പ്രയാസങ്ങൾ, കുഴപ്പങ്ങളാണ് എന്ന് ധരിക്കുന്ന കുറെ പേരെങ്കിലും നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷെ നമ്മൾ അല്പം ചരിത്ര ബോധത്തോടുകൂടി നമ്മൾ പരിശോധിക്കുമ്പോൾ ഈ പ്രചരണങ്ങളിലെ 90% അയഥാർത്ഥമാണ് എന്ന് കാണാൻ സാധിക്കും. പാർട്ടി സംഘടന വെല്ലുവിളി അഭിമുഖീകരിക്കുന്നുണ്ട് എന്ന് ചോദിച്ചാൽ സ്വാഭാവികമായിട്ടും വെല്ലുവിളി അഭിമുഖീകരിക്കുന്നു. സംഘടനാപരമായി നമ്മൾ പരിഹരിക്കേണ്ട പ്രശ്നങ്ങളിലെ എന്ന് ചോദിച്ചാൽ പ്രശ്നങ്ങളുണ്ട്. പാർട്ടിക്കകത്ത് ഒഴിവാക്കപ്പെടേണ്ട പ്രവണതകളിലെ എന്ന് ചോദിച്ചാൽ അത്തരം പ്രവണതകളുണ്ട് എന്ന് പറയുന്നതിന് മടിയില്ല. പക്ഷേ പലരോട് പ്രചരിപ്പിക്കുന്നത് പോലെ അല്ലെങ്കിൽ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നത് പോലെ ചിലരെങ്കിലും അകത്തിരുന്ന് പ്രചരിപ്പിച്ച് ആത്മസംതൃപ്തി അടയുന്നത് പോലെ അല്ല കാര്യങ്ങൾ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്ന് നമ്മൾ മനസ്സിലാക്കണം. കമ്മ്യൂണിസ്റ്റ് പാർട്ടി കഴിഞ്ഞ ഒരു ദശാബ്ദക്കാലത്തിനുള്ളിൽ കേരളത്തിൽ ധാരാളം പ്രദേശങ്ങളിൽ മുന്നോട്ട് പോകുന്നു. പാർട്ടി ബ്രാഞ്ചുകളുടെ എണ്ണത്തിനകത്ത് വലിയ വർധനവുണ്ടായി. തൃപ്തനാണോ എന്ന് ചോദിച്ചാൽ തൃപ്തനല്ല. നമ്മുടെ പാർട്ടിയുടെ വളർച്ച ഇതിനേക്കാൾ ആവേശത്തിലാവണം എന്ന് നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്നു. പക്ഷെ പാർട്ടി പതുക്കെയാണെങ്കിലും പല പ്രദേശങ്ങളിലും വളർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അവരെ വലിയ രീതിയിൽ ചിത്രീകരിക്കുന്ന ഒരു പ്രവണത ഉണ്ടാവും. അതൊക്കെ ഈ ചരിത്ര ബോധങ്ങൾക്കറിയാം. കൊല്ലം ജില്ലയിലെ ഒരു ഭാഗത്ത് ഒരു ഘട്ടത്തിൽ CPIയുടെ ഏറ്റവും പ്രമുഖമായിരിക്കുന്ന പഞ്ചായത്ത് പ്രസിഡന്റുമാരുണ്ടായിരിക്കുന്ന ഏറ്റവും ശക്തമായിരിക്കുന്ന 3-4 പഞ്ചായത്തുകളിലെ പാർട്ടി ഒന്നടങ്കം ഒഴുകിപ്പോകുന്ന ഒരു കാലമുണ്ടായി. ഒരു 10-20-25 വർഷം മുമ്പായിരിക്കും.
ഇവിടെ കൂടിയിരിക്കുമ്പോൾ നിങ്ങൾ എല്ലാവരും ആ ചരിത്രം അറിയുന്നവരാവണമെന്നില്ല. ഞാൻ ചരിത്രത്തിന്റെ ഒരു സന്ദർഭം പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ, ഒരു ഉദാഹരണം പറയുന്നതിലൂടെ. ഒരു മേഖലയിലെ പാർട്ടി ആകെയാണ് ഏറ്റവും കരുത്തരായിരിക്കുന്ന പാർട്ടിക്കാരായിരുന്നു. അവർ പ്രത്യേകമായ സാഹചര്യങ്ങളാണ്, ആ സാഹചര്യങ്ങളുടെ ചരിത്രവും ഞാൻ വിശദീകരിക്കുന്നില്ല. അവര് RSSനെതിരെ സംഘടിതമായ അക്രമം നടത്തിയവരായിരുന്നു. CK ചന്ദ്രപ്പൻ തന്നെ ക്യാമ്പ് ചെയ്തുകൊണ്ട് എങ്ങനെ RSS അക്രമത്തെ നേരിടാമെന്ന് അവർക്ക് ക്ലാസ് എടുത്തു കൊടുത്തതിന്റെ അനുഭവം അവർ ഈയിടെ എന്നോട് പറയുകയുണ്ടായി. ഒരു സംഘം ആമുഷാർ പഞ്ചായത്തിലെ 4 പഞ്ചായത്തിലെ നേതാക്കന്മാർ ഉൾപ്പെടെ ഏതാണ്ട് പൂർണ്ണമായും പോകുന്ന സ്ഥിതി ഉണ്ടായി ഒരു 10-20 വർഷം മുമ്പ്. അന്ന് പക്ഷെ സോഷ്യൽ മീഡിയ ഇത്ര വ്യാപകമായിരുന്നില്ല. അന്ന് അതിന്റെ പേരിൽ ആരും അങ്ങനെ പഴികെട്ടില്ല. പക്ഷെ പതുക്കെ ആ പ്രവർത്തനങ്ങളിലൂടെ അവരെല്ലാം തിരിച്ചു വരികയും അവരെല്ലാം തന്നെ പൂർവാധികം ശക്തിയോടുകൂടി പാർട്ടി തിരിച്ചു വരികയും ചെയ്യുന്ന സ്ഥിതി ഉണ്ടായി. അത് വേറൊരു ഭാഗം. ഞാൻ പറഞ്ഞു വരുമ്പോൾ അങ്ങനെ പാർട്ടി വിട്ടുപോകുന്ന ഒരു പ്രവണത എന്ന് പറയുന്നത് പ്രത്യേകമായ രാഷ്ട്രീയ സാഹചര്യങ്ങളാവാം ഒരു ഘട്ടത്തിൽ ഉണ്ടായി. അന്ന് പക്ഷെ ആരും അതിങ്ങനെ വലിയ രീതിയിൽ ആഘോഷിക്കുന്നു, ഒറ്റപ്പെട്ട എന്തെങ്കിലും സംഭവങ്ങൾ ആഘോഷിക്കുന്നത് പോലെ ആരും അത് ഇത്രമാത്രം മീഡിയ ശക്തമായിരുന്നില്ല. ഇവിടെ വടക്കേ പല ഭാഗങ്ങളിൽ ഏറ്റവും ശക്തനായ ഒരു വിപ്ലവകാരി ഒരു പ്രത്യേക ഘട്ടത്തിൽ അദ്ദേഹം പാർട്ടിയോട് വിട പറയുന്ന സാഹചര്യം ഉണ്ടായി. പിന്നെ അവസാനം ആ മൂവ്മെന്റ് ഉപേക്ഷിച്ച് അദ്ദേഹം തിരിച്ചേറാണ്ട് വന്നു എന്നത് വേറൊരു കാര്യം. ഇങ്ങനെ ധാരാളം ചെറുതും വലുതുമായിരിക്കുന്ന സംഭവങ്ങളെല്ലാം പാർട്ടി ചരിത്രത്തിന്റെ ഭാഗമായിരുന്നു. ഞാൻ അതിനെ സംതൃപ്തനാണ് എന്നല്ല പറയുന്നു. പക്ഷേ ഈ ചരിത്രമോ നമുക്ക് എപ്പോഴും ഉണ്ടാകും. പുതിയ എന്തെങ്കിലും ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ആ ഒറ്റപ്പെട്ട സംഭവങ്ങളാണ് വലുത് എന്നൊരിക്കലും കണക്കാക്കരുത്. ധാരാളം ആളുകൾ പാർട്ടിയിലേക്ക് വരുന്നു. അങ്ങനെ വരുമ്പോൾ പാർട്ടിയുടെ സ്വഭാവത്തിനകത്തും രീതികളിലും മാറ്റം വരുന്ന ചില പ്രദേശങ്ങളുണ്ട്. ഇപ്പോ ഒരു പ്രസ്ഥാനത്തിനകത്ത് ഒന്നടങ്കം ഇതുവരെ പാർട്ടിയിലാകുന്ന ഒരു സ്ഥലത്ത് കുറെ സാഹിത്യങ്ങൾ വന്നു, കുറെ സുഹൃത്തുക്കൾ വന്നു. അവിടെ CPI എന്ന് പറയുന്ന പരമ്പരാഗതമായ ആ അർത്ഥത്തിലുള്ള ആരും ഉണ്ടായിരുന്നില്ല. അങ്ങനെ പരമ്പരാഗതമായ മനുഷ്യരെ കൊണ്ട് മാത്രം നമുക്ക് പാർട്ടിയെ നയിക്കുകയും സാധ്യമല്ല. രക്തസാക്ഷി കുടുംബങ്ങളിൽപ്പെട്ടവർ, വിപ്ലവകാരികൾ, അവരുടെ പിന്മുറക്കാർ, ആ നിലയിൽ മാത്രമാണ് ഒരു പാർട്ടിയെ നമുക്ക് കൊണ്ടുപോകാൻ സാധ്യത. അവരുടെ സ്വാധീനം ഉണ്ടാവാം, ഒരു പങ്കാളിത്തം ഉണ്ടാവാം. പക്ഷെ ധാരാളം പുതിയ മനുഷ്യർ വരും. കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്തെന്ന് അറിയാത്ത ധാരാളം ആളുകൾ വരും. അങ്ങനെ വരണം. അങ്ങനെ വരുമ്പോൾ മാത്രമേ നമ്മുടെ പ്രസ്ഥാനത്തിന് പോകാൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ പിന്നെ നമുക്ക് ബഹുജന പ്രസ്ഥാനങ്ങൾ ആവശ്യമില്ല. നമ്മൾ കുറെ ബന്ധുക്കൾ, വേണ്ടപ്പെട്ടവർ, കുടുംബാംഗങ്ങൾ, രക്തസാക്ഷികളും ആ ഒരു ലൈനിൽ മാത്രം നമുക്ക് പോകാൻ സാധിക്കും. അത് നമുക്ക് സംതൃപ്തികരമായിരിക്കാം. പക്ഷെ ഒരു പ്രയോജനമില്ലാത്ത ഒന്നായിട്ട് അത് മാറും. ധാരാളം പുതിയ മനുഷ്യർ കടന്നു വരണം. അങ്ങനെ കടന്നു വരുമ്പോൾ ധാരാളമായ പുതിയ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരും. എല്ലാവരും കമ്മ്യൂണിസ്റ്റ് പാർട്ടി സംഘടനാ രീതി പഠിക്കണമെന്നവരാണ് എന്നില്ല. അവർക്ക് എല്ലാ തത്വങ്ങളും അറിയണം എന്നില്ല. അവരെ കൂടെ നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്യണം. അത് വളരെ സമഗ്രമായിരിക്കുന്ന ഒരു പ്രവർത്തനമാണ്. നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ സംഘടനാ കാര്യങ്ങളിൽ പ്രവർത്തിക്കുന്നവരാവണമെന്നില്ല. പക്ഷെ ക്ഷമാപൂർവമായ ഒരു പ്രവർത്തനം കൂടിയാണ് രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത്. ആ ക്ഷമ ഇല്ലായ്മയുടെ ഫലമായി ചില പ്രദേശങ്ങളിൽ ചില കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം. ഞാനത് നിഷേധിക്കുന്നില്ല. പക്ഷെ അതല്ല പാർട്ടി എന്നുള്ളതാണ്. പാർട്ടി കൂടുതൽ ചൈതന്യത്തോടെ, കൂടുതൽ കരുത്തോടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയാണ്. ഏറ്റവും അവസാനം ഇപ്പോ നിങ്ങൾക്കറിയാം, ഭാരതാംബ വിവാദം വരുന്നു. ആ വിവാദം വന്നപ്പോ ഒരു പാർട്ടി എന്നുള്ള നിലയിൽ എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത് എന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മറ്റേത് പാർട്ടിയെയും തെളിയിക്കുന്ന സ്ഥിതി ഉണ്ടായി. ഒരാൾക്കും ഒരു നിമിഷത്തിന്റെ മടിയുണ്ടായിരുന്നു. അതാണ് CPIയുടെ പൊളിറ്റിക്സിന്റെ, CPIയുടെ രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. ഒരു മൂവ്മെന്റിനും അത്ര ധൈര്യത്തോടു കൂടി പറയാൻ സാധിച്ചില്ല. നമ്മൾ കാര്യകാരണ സഹിതം അത് പറയുന്ന സ്ഥിതി ഉണ്ടായി. വളരെ ശക്തമായി പ്രതികരിച്ചു. ഞാൻ അവസാനത്തുള്ള ആഗ്രഹം മാത്രം പറയുന്നത്, അവന്റെ വിശദാംശങ്ങളിലേക്ക് ഒന്നും പോകുന്നില്ല. നിങ്ങളത് മനസ്സിലാക്കിയിട്ടുണ്ടാവും. അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത്. അത് ഉയർത്തിപ്പിടിച്ച് നമ്മൾ മുന്നോട്ട് പോകും. വരുന്ന എല്ലാ വിമർശനങ്ങളെയും നമ്മൾ സ്വാഭാവികമായിട്ടും കാണും. അങ്ങനെ എല്ലാം കണ്ട് നമ്മൾ മുന്നോട്ട് പോകും. പാർട്ടി ഒരു കുടുംബമായിട്ട് പ്രവർത്തിക്കണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ആ കുടുംബത്തിനകത്തുള്ള സംഘർഷങ്ങൾ, അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാക്കാം. പക്ഷെ അതിനെല്ലാം ഉപരിയായി CPI എന്ന് പറയുന്നത് എവിടെ പോയാലും നമ്മളെ കൂട്ടിയോജിപ്പിക്കുന്ന ഒരു വികാരമാണ്. കേരളത്തിനകത്താവട്ടെ, കേരളത്തിന് പുറത്താവട്ടെ, രാജ്യത്തിന് പുറത്താവട്ടെ, നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് മഹത്തായ ഒരു വികാരമാണ്. തലമുറകൾ കൈമാറിയിരിക്കുന്ന ഒരു വികാരം. അവരുടെ ചൈതന്യത്തോടുകൂടി, ശക്തിയോടുകൂടി മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. കണ്ണൂർ ജില്ലയിൽ നമ്മുടെ പാർട്ടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണ്. ഈ സമ്മേളന കാലയളവിൽ ധാരാളം പ്രദേശങ്ങളിൽ പാർട്ടി ഉണ്ടായി. പുതിയ ധാരാളം ഓഫീസുകൾ നമുക്ക് തുറന്നു വന്നു. അങ്ങനെ ധാരാളം പല അർത്ഥത്തിൽ നമ്മൾ മുന്നോട്ട് പോകുന്ന സ്ഥിതിയുണ്ട്. അതിനൊപ്പം മയ്യിൽ മണ്ഡലത്തിലും കാതലായ കുറെ മാറ്റങ്ങൾ ഉണ്ടായി എന്നതൊരു വസ്തുതയാണ്. അത് കൂടുതൽ ആവേശപൂർവ്വം കൊണ്ടുപോകാൻ ഈ സമ്മേളനത്തിൽ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിങ്ങളെല്ലാം ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്ത് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായി ഞാൻ അറിയിക്കുന്നു.